നമസ്കാരം. നീല് അവന്റെ അമ്മയുമായി ആ ജിയാങ് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ആ ജിയാങ് കുടുംബത്തിൽ പൂർണ്ണ നിശബ്ദതയാണ്. ഓൾ മാസ്റ്റർ ജിയാങ് രണ്ട് കൈകളും പുറകിൽ കെട്ടി നീലും അവന്റെ അമ്മയും കൂടി അങ്ങനെ നടന്നു പോകുന്നത് നിർനിമിഷനായി നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു അക്ഷരം പോലും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് നിർനിമിഷനായി നിശ്ചലനായി ആ ചെറുമകനെയും മകളെയും നോക്കി നിൽക്കുന്ന ഓൾ മാസ്റ്റർ ജിയാങ്ങിൽ നിന്ന് കുറച്ചു മാറി സാക്ഷൽ ജിയാങ് ജിൻഫങ് ഉണ്ട്. ജിൻഫങ്ങിന്റെ മുഖം ശരിക്കും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയുള്ള ഒരു ഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്ഭുതമാണോ, അമ്പരപ്പാണോ, ഭയമാണോ, അഭിമാനമാണോ, എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം. ഒത്തിരി നാളുകൾക്ക് മുമ്പാണ് നീൽ ആദ്യമായി ജിയാങ് ജിൻഫങ് ആ റിവർ സിറ്റിയിൽ ആ പാർക്കിനകത്ത് വെച്ച് കാണുന്നത്. അന്ന് മുഖാമുഖം സംസാരിക്കുമ്പോൾ നീല് കൊള്ളാമെന്നൊരു തോന്നൽ ജിയാങ് ജിൻഫങ്ങിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ തോന്നൽ ഇന്നിതാ ഒരുപാട് വളർന്ന് തനിക്ക് സങ്കല്പിക്കാനാവാത്ത ശൈലിയിൽ ഒരു യോദ്ധാവായി നീല് മാറുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ജിയാങ് ജിൻഫങ് കണ്ടിരിക്കുന്നത്. ആ തോന്നൽ ഇതാ വളർന്ന് വലുതായി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നീല് അവന്റെ ഗ്രാൻഡ് ഫാദറുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അമ്മയുമായി പുറത്തേക്ക് നടക്കുമ്പോൾ ജിയാങ് യൂറോങ്ങിന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ട്. യൂറോങ് വല്ലാത്തൊരു അമ്പരപ്പൊടി കൺകോണുകളിലൂടെ നീലിനെ നോക്കുന്നുമുണ്ട്. തന്റെ മകൻ ഒരുപാട് വളർന്നിരിക്കുന്നു. 9 കൊല്ലങ്ങൾക്ക് മുമ്പ് താൻ ആ കോയിനിലേക്ക് റിവറിലേക്ക് വലിച്ചെറിഞ്ഞ നീലല്ല ഇപ്പോ തനിക്കൊപ്പം നടക്കുന്നത്. തന്റെ മകൻ ഒരുപാട് മാറിയിരിക്കുന്നു. യൂറോങ് മാർഷൽ ആർട്ടിസ്റ്റ് കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് മാർഷൽ ആർട്ടിസ്റ്റുകളെ മനസ്സിലാവും, മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അഭ്യാസങ്ങളും മനസ്സിലാകും. മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ മനസ്സുകൊണ്ട് വിമുഖത കാണിച്ച യൂറോങ് പക്ഷെ അവളുടെ സഹോദരന്മാർ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അവളുടെ അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, വേറെ ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ആ ആയോധന മുറയിൽ കടന്നു വരുന്ന ആയുധങ്ങളും അഭ്യാസങ്ങളും ഒക്കെ യൂറോങ്ങിനെ അറിയാം. പക്ഷെ ഇന്നിപ്പോ യൂറോങ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കണ്ട നീലിന്റെ ആ അഭ്യാസം, ആകാശത്തേക്ക് ചാടി ഉയർന്ന നീല് വാളുകൊണ്ട് ആകാശത്ത് ആഞ്ഞു വെട്ടപ്പോൾ ശരിക്കും ആ വായു രണ്ടായി പിളരുകയായിരുന്നു. തുടർന്ന് അനവധി വാളുകളായി ആ വാള് താഴേക്കെത്തി ആ ജിൻഫങ്ങിന്റെ ടീച്ചറെയും ഹാൻസനെയും തൊട്ടു പുറകിലുണ്ടായിരുന്ന ഒത്തിരി ആളുകളെയും ശരിക്കും അപകടകരമായ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു. ആ ടീച്ചറും ഹാൻസനും അതിശക്തരായ യോദ്ധാക്കളായതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെടാത്തത്. പക്ഷെ പുറകിൽ നിന്ന് ഒത്തിരിയേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആ ശൈലിയിലേക്ക് ഒരു ആക്രമണം നടത്താൻ നീലിന് എങ്ങനെ കഴിഞ്ഞു? അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചിന്ത കൂടി യൂറോങ്ങിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. 9 കൊല്ലം കൊണ്ട് ഇവിടെ എത്താൻ അവളുടെ മകൻ നീല് എന്തുമാത്രം ബുദ്ധിമുട്ടി കാണും. മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഓരോ സ്റ്റേജിലെ വളർച്ചയും ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ്. മരണം തൊട്ടു മുന്നിൽ നിൽക്കുമ്പോഴായിരിക്കും അവരൊരു ബ്രേക്ക് ത്രൂ നേടുന്നത്. ആ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. അതൊക്കെ ഈ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ സ്വാഭാവികവും സാധാരണവുമാണ്. നീലിപ്പോ എത്തിയിരിക്കുന്ന ആ ലെവല് അത് ഈ ഹക്സിയിൽ പലർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു ഉയർന്ന ലെവലാണ്. അവിടേക്ക് ഹക്സിയിലെ ആളുകൾക്ക് എത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവര് ശ്രമിക്കഞ്ഞിട്ടല്ല എത്താത്തത്, എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ നീൽ അവിടെ എത്തിയിരിക്കുകയാണ്. ഹക്സിയിലെ ആളുകൾ അനുഭവിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടും അതുപോലെ വേദന സഹിക്കാനുള്ള ഒരു മനസ്സും നീലിന് ഉള്ളത് കൊണ്ടാണ് നീലിന് പല ബ്രേക്ക് ത്രൂകളും സ്വയത്തമാക്കാൻ പറ്റിയത്. യൂറോങ്ങിന് കഥ മനസ്സിലാവും. യൂറോങ് മകനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് നടക്കുന്ന നീലിന്റെ മുഖത്തും ഒരു അഭിമാനം തെളിയുകയാണ്. ആ ജിയാങ് കുടുംബത്തിനകത്തേക്ക് കടക്കാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കടന്ന അമ്മയെ അതീവ ഗുരുതരമായി അവിടെയുള്ള ഒരാള് ആക്രമിച്ചു. ആ ഫ്രെഡിയെ വകവരുത്തിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നീലിനുണ്ടാകുന്ന അഭിമാനം അത് വാക്കുകൾക്ക് അതീതമാണ്. പെട്ടെന്ന് നീലിന്റെ ചിന്തയെ കട്ട് ചെയ്തുകൊണ്ട് യൂറോങ് നീലിനോട് ചോദിച്ചു, ഏയ് ലിറ്റിൽ നീൽ, നീ എന്തിനാ ആളുകളെ കൊന്നത്? അമ്മ, ഞാൻ നിരപരാധികളെ കൊല്ലാറില്ല. പക്ഷെ ഇവിടെ ആ ഫ്രെഡി അമ്മയെ ഉപദ്രവിച്ചു എന്നുള്ളത് അറിഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ തീരുമാനിച്ചതാണ് അവന്റെ തല എടുക്കണമെന്ന്. ഫ്രെഡി കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ 50% പവറെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അവന്റെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടും അവൻ യഥാർത്ഥത്തിൽ അവന്റെ ശക്തിയുടെ 80% മുകളിൽ യൂറോങ്ങിന് മുകളിൽ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് യൂറോങ്ങിന് പരിക്ക് പറ്റിയത്. 50% ആയിരുന്നെങ്കിൽ അവൾ ഒരു പരുവത്തിൽ പിടിച്ചു തന്നെ. അത് ജിയാങ് ജിൻഫങ് യൂറോങ്ങിനെ വീട്ടിലേക്ക് വിടുന്ന സമയത്ത് അവളോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കബളിപ്പിച്ച ആ ഫ്രെഡിയെ മകൻ വകവരുത്തിയെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായും യൂറോങ്ങിന്റെ ഉള്ള് ഒന്ന് ശാന്തമായി. ആ നിമിഷത്തിലാണ് യൂറോങ്ങും നീലും ജിയാങ് കുടുംബത്തിന്റെ പുറത്ത് റോഡിലെത്തുന്നത്. അവർ റോഡിലെത്തിയതും ഒരു കറുത്ത മേബാക്ക് അവിടെ അടുത്തു നിന്നു. ശരിക്കും ആഡംബര സ്വഭാവമുള്ള ആ കാറ്
അവിടെ അടുത്തു നിന്നപ്പോ യൂറോങ് ഒന്ന് അമ്പരത്. ആ നിമിഷം തന്നെ ആ കാറിൽ നിന്ന് ഡ്രൈവർ പുറത്തിറങ്ങി നീലിനെ സംബോധന ചെയ്യുകയാണ്. ബട്ട് അഗ്രി പ്ലീസ്. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ യൂറോങ് അമ്പരപ്പോടെ ആ മനുഷ്യനെയും കാറിനെയും അതുപോലെ നീലിനെ നോക്കുമ്പോഴേക്കും നീല് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെന്റെ പരിചയക്കാരനാണ്, അമ്മ കാറിലേക്ക് കയറി. കൂടുതലൊന്നും ചോദിക്കാതെ യൂറോങ് ആ മേബാക്കിലേക്ക് കയറി. അവർക്ക് ഈ മേബാക്ക് എന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ശരിക്കും സമ്പന്നമായ കുടുംബത്തിലാണ് യൂറോങ് ജനിച്ചത്. ആ സമ്പത്ത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഗ്രീവ്സ് കുടുംബത്തിലെ ആർതർ ഗ്രീവുമായി അവൾ പ്രണയത്തിലാകുന്നതും അദ്ദേഹത്തോടൊപ്പം അങ്ങ് റിവർ സിറ്റിയിലേക്ക് ഒളിച്ചോടുന്നതും. അതൊക്കെ ഒരു കാലം. ആ കാറിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങുമ്പോൾ ആ ചിന്തകളൊക്കെയാണ് യൂറോങ്ങിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. യൂറോങ്ങും നീലും അവരുടെ അപ്പാർട്ട്മെന്റിലെത്തി. അവിടെ എത്തിയതും യൂറോങ് നീലിനോട് പറഞ്ഞു, നീൽ നിനക്ക് ഒത്തിരി മുറിവേറ്റിട്ടുണ്ട്, ഞാന് മരുന്ന് എന്തെങ്കിലും എടുക്കാം. അമ്മ അത് വേണ്ട, ഞാന് തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മുറിവുകൾ മാറും. കൾട്ടിവേഷൻ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് സാധാരണ ആളുകളെ പോലെ മരുന്നുകൾ അല്ല മുറിവ് ഉണങ്ങാൻ വേണ്ടത്. അതിനെക്കുറിച്ച് ഒരു ധാരണ യൂറോങ്ങിനുണ്ട്. അതുകൊണ്ട് യൂറോങ് കൂടുതലൊന്നും പറഞ്ഞില്ല. നീലിന്റെ മുറിയിലേക്ക് കടന്നു. ആ മുറിയിലേക്ക് കടന്ന നീല് ഒരു കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവസാനം ആ ടീച്ചറെയും അതുപോലെ ഹാൻസനെയും നേരിട്ട സമയത്ത് നീല് ഹെവൻ സ്പ്ലിറ്റിംഗ് സോഡ് ഫസ്റ്റ് സ്ലാഷ് ആണ് ഉപയോഗിച്ചത്. അത് ആ സ്ലോട്ടർ ഗോഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ കറുത്ത വേഷധാരി നീലിനെ പഠിപ്പിച്ച 3 സോ ടെക്നിക്കുകളിൽ ഒരെണ്ണമാണ്. താൻ യൂണിറ്റി ലെവലിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് വളരെ എളുപ്പത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നീല് കരുതിയത്. നീലിനത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് സത്യവുമാണ്. പക്ഷേ അതിന്റെ ഫലമായി നീലിന്റെ ഡാന്റേനിൽ കേന്ദ്രീകരിക്കപ്പെട്ട സ്പിരിച്വൽ എനർജി ഏതാണ്ട് പൂർണ്ണമായും നീലിന് ഉപയോഗിക്കേണ്ടി വന്നു. അതാണ് നീലിന് മനസ്സിലാകാത്തത്. യൂണിറ്റി ലെവലിലേക്ക് കടന്നാൽ കിണർ പോലെ ഇരിക്കുന്ന ഡാന്റൈൻ ഒരു വലിയ പോണ്ട് പോലെ ആകുമെന്നൊക്കെയാണ് നീല് കരുതിയിരുന്നത്. കിണറ്റിനകത്തുള്ള സ്പിരിച്വൽ എനർജിയും ഒരു കുളത്തിനകത്തുള്ള സ്പിരിച്വൽ എനർജിയും നമ്മൾ നോക്കുമ്പോൾ ആ കുളത്തിന്റെ സ്പിരിച്വൽ എനർജിയുടെ അളവ് കൂടുതലാവുമല്ലോ. യൂണിറ്റി ലെവലിലേക്ക് കടന്നപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി തന്റെ ബോഡിയിൽ എത്തി എന്നുള്ള കാര്യം നീലിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ ഹെവൻ സ്പ്ലിറ്റിംഗ് സോഡ് ടെക്നിക്ക് നീൽ ഉപയോഗിച്ചപ്പോൾ ആ എൻറ്റർ എനർജി നീലിന് ആ ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വന്നു എന്നതാണ് സത്യം. അതാണ് നീലിനെ അമ്പരപ്പിക്കുന്നത്. താൻ കൂടുതൽ ശക്തനാകേണ്ടിയിരിക്കുന്നു. സ്പിരിച്വൽ എനർജിക്ക് ഒരു തരത്തിലും തന്റെ ഡാന്റൈനിൽ കുറവ് വരാൻ പാടില്ല. അതിന് എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് നീല് ശമ്പളം പണിഞ്ഞിരുന്ന കൾട്ടിവേഷൻ ആരംഭിച്ചു. ഇപ്പൊ നീല് യൂണിറ്റി ലെവൽ 1-ലാണ്. ഇവിടുന്ന് അനവധി ലെവലുകൾ മുകളിലേക്ക് നീലിന് കടക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കൾട്ടിവേഷൻ ആരംഭിച്ചതും ആ ബ്ലാക്ക് സ്റ്റോൺ നീലിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങി വന്നു. ആ നിമിഷത്തിൽ ആ മുറി മുഴുവൻ സ്പിരിച്വൽ എനർജി കൊണ്ട് നിറഞ്ഞതും നീലിന്റെ ബോഡിയിൽ നിന്ന് ആ ചുവന്ന ഡ്രാഗൺ പതുക്കെ പുറത്തേക്ക് വരികയാണ്. അല്പസമയം കഴിഞ്ഞതും ആ ചുവന്ന ഡ്രാഗൺ ഏതാണ്ട് ആ മുറി മുഴുവൻ അങ്ങ് നിറച്ചു എന്ന് പറയാം. ആ സ്പിരിച്വൽ എനർജി ആ ചുവന്ന ഡ്രാഗണും വലിച്ചെടുക്കുകയാണ്. നീലിന്റെ ബോഡിക്കുള്ളിലേക്ക് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി കയറി തുടങ്ങി. ഡാന്റൈൻ പോയിന്റിലേക്ക് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി വന്നാലേ നീലിന് അത് ഉപയോഗിക്കാൻ പറ്റും. നീല് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഹെവൻ സ്പ്ലിറ്റിംഗ് സോ ടെക്നിക്കുകളാണ്. ടെക്നിക് 1ഉം 2ഉം 3ഉം ദിവസങ്ങളെടുത്താണ് നീല് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ആ സ്ലോട്ടർ ഗോഡ് നീലിനെ പഠിപ്പിച്ച് ആ ടെക്നിക്കുകൾ അദ്ദേഹം ആ സംസ്ഥാന ഗ്രേവ്യാർഡിന് അകത്ത് 10 ദിവസം കൊണ്ട് നീലിനെ പഠിപ്പിച്ചപ്പോൾ നീല് ശരിക്കും ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. പക്ഷേ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു വലിപ്പം, അതിന്റെ ശക്തി, പവറൊക്കെ നീലിന് ബോധ്യമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാര ഗ്രേവ്യാർഡിനകത്ത് കിടന്ന് നീല് നടത്തിയ ആ പരിശീലനത്തിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ജിയാങ് കുടുംബത്തിന് മുന്നിൽ വിസിബിൾ ആയത്. ഏകദേശം ഉച്ചയായപ്പോഴാണ് നീല് മുറിന്ന് പുറത്തേക്ക് വന്നത്. നീല് മുറിന്ന് പുറത്തു വന്നപ്പോ പുറത്ത് അമ്മ യൂറോങ് അനവധി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നീല് അമ്മയോട് ചോദിച്ചു, അമ്മ ഞാന് ചോദിക്കുന്ന കാര്യത്തിന് അമ്മ ഉറപ്പായും എന്നോട് സത്യം പറയണം. ഹേയ് ലിറ്റിൽ നീൽ, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? നിന്നോട് ഞാൻ കളവ് പറയും. അമ്മ ഞാൻ ചോദിക്കാൻ പോകുന്നത് അച്ഛനെ കുറിച്ചാണ്. അച്ഛന് എന്ത് സംഭവിച്ചു? അമ്മ പറഞ്ഞു അച്ഛൻ റിവർ സിറ്റിയിലേക്ക് പോയിരുന്നു. പക്ഷെ എനിക്കറിയാം അച്ഛൻ റിവർ സിറ്റിയിൽ ഇല്ല. റിവർ സിറ്റിയും അതുപോലെ ആ ജിയാങ് പ്രോവിൻസ് ഒക്കെ നീലിന്റെ വിരൽത്തുമ്പിലാണ്. അവിടെ ആര് വന്നാലും പോയാലും നീലിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രാഗൺ സോളും ഡാർക്ക് ഹോളും ഒക്കെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാര്യം യഥാർത്ഥത്തിൽ യൂറോഹിന് അറിയില്ല. നീല് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ അവർ ശരിക്കും പതറി. ആ പതർച്ച കൃത്യമായി നീല് കാണുകയും ചെയ്തു. അമ്മ എന്തിനാ ഭയക്കുന്നത്? എനിക്കറിയാം അമ്മ ജിയാങ് കുടുംബത്തിലേക്ക് പോയത് അച്ഛനെ രക്ഷിക്കാനായി, സഹായം ചോദിക്കാനാണ്. എന്നോട് അങ്കിൾ അക്കാര്യം പറയുകയും ചെയ്തു. ജിയാങ് ജിൻഫെങ് എന്ന തന്റെ ബ്രദർ അയാളുടെ അനന്തരവനോട് കഥ പറഞ്ഞു എന്ന് മനസ്സിലായതും യൂറോങ് നിശ്ചലയായി ഒരു നിമിഷം നീലിനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നിട്ട് നീലോട് പറഞ്ഞു, നീൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 9 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ
പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആരൊക്കെയോ ആർത്തറെ ഭീഷണിപ്പെടുത്തുന്നതായി എനിക്ക് തോന്നിയിരുന്നു. അവരാരാണ് എന്താണെന്നും എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ആർത്തറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛന് എന്ത് കാര്യത്തിലാണ് ക്ലാരിറ്റി ഇല്ലാത്തത്? ഹേയ്, അച്ഛന് ക്ലാരിറ്റി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അച്ഛന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കുറവാണ്. മോന്റെ അച്ഛന്റെ അച്ഛനും അമ്മയും, അതായത് മോന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മയും സാധാരണ മനുഷ്യരെ പോലെ ആയിരുന്നെങ്കിലും അവർക്ക് എന്തോ പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നിയിരുന്നു. അവര് ശരിക്കും നമ്മുടെ ഈ ഹക്സിലെ ആളുകളെ പോലെയൊന്നും ആയിരുന്നില്ല. അവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് രഹസ്യങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആർത്തറോട് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ ആർത്തർ അതിന് മറുപടി ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആർത്തറോട് ആർത്തറുടെ അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നതിനപ്പുറത്തേക്ക് ആർത്തർക്ക് ഒന്നും അറിയില്ല. ആർത്തർ എന്നോട് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സത്യം. പക്ഷേ തികച്ചും അപ്രത്യക്ഷമായിട്ട് നിന്റെ ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മയും മരിക്കുന്നത്, അവരുടെ മരണം കഴിഞ്ഞ് നമ്മൾ അവരുടെ ബോഡി ദഹിപ്പിച്ചായിരുന്നു. ദഹിപ്പിച്ചതിന് ശേഷം അവരുടെ അസ്ഥിയും അതുപോലെ ചാരവും ഒക്കെ ഒരു പ്രത്യേക പാത്രത്തിലാക്കി ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും അവർക്ക് അനുയോജ്യമായ ഒരു മണ്ഡപം കെട്ടി അതിൽ ആ ചിതാഭസ്മം സൂക്ഷിക്കണമെന്നാണ് ഞങ്ങള് കരുതിയത്. പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായി കുറച്ച് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഗ്രാൻഡ് പേയുടെയും ഗ്രാൻഡ് മയുടെയും ബന്ധുക്കളാണ് അവരെന്നാണ് അവർ വന്നപ്പോൾ പറഞ്ഞത്. അവര് കൂടുതൽ ഉത്തരങ്ങളൊന്നും പറയാതെ ആ ചിതാഭസ്മമായി പോവുകയും ചെയ്തു. അവരുടെ വരവും ചിതാഭസ്മം എടുക്കലും അവിടെ നിന്ന് മടങ്ങിപ്പോകലും ഒക്കെ അതിവേഗതല സംഭവിച്ചത്. എനിക്കോ ആർത്തർക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മോനൊന്ന് വളരെ ചെറുതാണ്. നീലിന് അവന്റെ ഗ്രാൻഡ് പേ നല്ല ഓർമ്മയുണ്ട്. ഗ്രാൻഡ് പാ നീലുമായി പല സ്ഥലത്ത് കറങ്ങാൻ പോകുമായിരുന്ന കാര്യം ഇപ്പോഴും നീലിന്റെ മനസ്സിലുണ്ട്. ഗ്രാൻഡ് പാ നീലിനെ കൊണ്ട് എവിടേക്കാണ് പോയിട്ടുള്ളത് ചോദിച്ചാൽ നീലിന് അതിപ്പോ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ പോയിരുന്നു. ആ കാര്യം നീലിന് അറിയാം. നീല് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യൂറോങ് നീലിനോട് പറഞ്ഞു, നീൽ, നിന്റെ ഗ്രാൻഡ് പേക്ക് നിന്നെ വലിയ കാര്യമായിരുന്നു. എന്റെ അച്ഛനെ പോലെ ആയിരുന്നില്ല ആർത്തറുടെ അച്ഛൻ. നീൽ, ഒരു കാര്യം നിനക്കറിയൂ, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് തന്നെ നിന്റെ ഗ്രാൻഡ് പാ നിനക്ക് പേര് തീരുമാനിച്ചു. ആ പേരാണ് നീൽഗ്രി. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ആൺകുട്ടിയാണ്. ശരിക്കും അദ്ദേഹം ഒരു പ്രവചനം പോലെയാണ് നടത്തിയത്. നീ ആൺകുട്ടിയാകുമെന്നും നിന്റെ പേര് നീൽഗ്രി എന്ന് തന്നെ ഇടണമെന്നും അദ്ദേഹം നിർബന്ധം പിടിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഏത് പേരായാലും മോനെ, നിനക്ക് ഞങ്ങൾ നൽകുന്ന പേര് നിന്റെ പേരല്ലേ. പക്ഷെ അതൊന്നും പാടില്ല, നിന്റെ പേര് നീൽഗ്രി എന്ന് തന്നെ വേണമെന്ന് ഗ്രാൻഡ് പാ നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പേരിട്ടത്. എന്തായാലും ആ പേരിന് ഒരു കുഴപ്പമൊന്നുമില്ല. യൂറോങ് അവളുടെ ഓർമ്മയിൽ നിന്ന് പഴയ സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് നീലിനോട് പറയുകയാണ്, നീൽ, നിന്റെ ഗ്രാൻഡ് പാ മരിച്ച് അധിക നാൾ കഴിയും മുമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ ക്ലൗഡ് ലേക്കിലെ അപകടം സംഭവിക്കുന്നത്. എന്തിനാണ് അവര് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കരുതിയത് ജിയാങ് കുടുംബത്തോട് എതിർപ്പുള്ള ആരോ നമ്മളെ ആക്രമിച്ചു എന്നാണ്. ജിയാങ് കുടുംബത്തിനോട് എതിർപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽ ലിൻ കുടുംബം ഉണ്ടല്ലോ. ലിൻ കുടുംബത്തിലെ ആളുകൾ അന്ന് ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നീൽ അറിയാവുന്ന ഒരു കാര്യമാണ് യൂറോങ് പറഞ്ഞത്. പക്ഷേ നീൽ, കാലം മുന്നോട്ട് പോയപ്പോ എനിക്കൊരു സംശയം. ശരിക്കും ഞാനായിരുന്നില്ല ടാർഗറ്റ് എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. ആർത്തർ ആയിരുന്നു ടാർഗറ്റ്. നിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നിന്റെ അച്ഛൻ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ല. പക്ഷെ മാർഷൽ ആർട്ടിസ്റ്റുകൾ നിന്റെ അച്ഛനെ പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാർഷൽ ആർട്ടിസ്റ്റുകൾ നിന്റെ അച്ഛനെ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന്റെ ഉത്തരം. പക്ഷെ നിന്റെ അച്ഛനെ ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഭയമാണ്. നിന്റെ അച്ഛൻ എന്തുകൊണ്ട് മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരമില്ല. എന്നെ പോലെ തന്നെ അദ്ദേഹം മാർഷൽ ആർട്ടിസ്റ്റ് ആകണ്ട എന്ന് തീരുമാനിച്ചതാകാം. എന്തായാലും നീൽ, ഞങ്ങൾ ഒന്നിച്ച് ആ ഗോസ്റ്റ് പ്രസ് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ആള് സാക്ഷാൽ ലിൻ ജൂലോങ് ആണ്. ആ ലിൻ ജൂലോങ് നിന്റെ അച്ഛനെ കൊണ്ടുപോവുകയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോ യൂറോങ് നീലിന് മുന്നിൽ വെച്ചത്. ലിൻ ജൂലോങ് എന്ന വ്യക്തി തന്റെ അച്ഛനെ കൊണ്ടുപോയെന്ന് കേട്ടപ്പോ നീലിന്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ ദേഷ്യങ്ങനെ ഇരച്ചു കയറുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് യൂറോങ് നീലിനോട് പറഞ്ഞു, നീൽ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്കറിയാം ലിൻ ജൂലോങ്ങിനെ തകർക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന്. അയാളെ തകർക്കണം. തകർത്ത് ആർത്തറെ തിരിച്ച് നമുക്ക് കൊണ്ടുവരികയും വേണം. പക്ഷേ ആ ജിൻ ജൂലോങ് നിന്നെക്കാൾ ഒരുപാട് മുകളിലാണ് ഇപ്പോ നിൽക്കുന്നത്. അവിടേക്ക് നീ എത്തണം. എങ്കിൽ മാത്രമേ നിനക്ക് അയാളെ തോൽപ്പിക്കാനാവും. ഇപ്പോ നമ്മള് അവിവേകം കാണിച്ച് അയാളുടെ ആ ലിൻ കുടുംബത്തിലേക്ക് ഇരച്ചു കയറിയാൽ അപകടം ഉറപ്പാണ്. നീൽ, എപ്പോഴും ഒരു ശ്രദ്ധയുള്ളത് നല്ലതാണ്. എന്ത് കാണുമ്പോഴും പ്രതികരിക്കുന്നതും ഇടിച്ചു കയറുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് അവിവേകമായി മാറിയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് കാലത്തെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ നീലിന്റെ അമ്മ യൂറോങ് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാചകങ്ങളൊക്കെ പറഞ്ഞത്. ജിൻ യൂലോങ് ശക്തനാണ്. ആ ശക്തനെ ഇപ്പൊ കയറി ആക്രമിക്കാൻ നീൽ ശ്രമിച്ചാൽ നീൽ ഉറപ്പായും പരാജയപ്പെടും.
നീലിന്റെ കയ്യിലുള്ള ആ ടെക്നിക്കുകൾ ഒന്നും തന്നെ ജിൻ യൂലോങ്ങിനെ പരാജയപ്പെടുത്താൻ പര്യാപ്തമല്ല. ജിൻ യൂലോങ്ങും നമ്പർ 1 ആയിരുന്ന ആളും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ അത് സമനിലയിൽ അവസാനിച്ചു എന്നും ജൂലങ് ജയിച്ചു എന്നൊക്കെയുള്ള പല കഥകളും പുറത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാര്യം നീലിനോട് നേരത്തെ സാക്ഷാൽ ജിൻഫുങ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തന്നെക്കാൾ ഒത്തിരി മുകളിൽ നിൽക്കുന്ന ആ യോദ്ധാവിനെ. പക്ഷെ നീലിന് ഭയമില്ല എന്നതാണ് കാര്യം. നീലിന് അവന്റെ അമ്മ അറിയാത്ത ട്രംപ് കാർഡുകൾ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നീലിന് ആ ലിൻ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം നീലിനുണ്ട്. അതുകൊണ്ടാണ് നീല് അമ്മ പറയുന്നത് കേട്ടിരിക്കുന്നത്. നീല് അവിവേകമൊന്നും കാണിക്കില്ല എന്ന് ബോധ്യമായതും യൂറോങ് നീലിനോട് പറഞ്ഞു, നീ അച്ഛന്റെ സുരക്ഷയെക്കുറിച്ച് ആലോചിച്ച് ഭയക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 9 കൊല്ലവും ഞങ്ങള് ആ ഗോസ്റ്റ് പ്രിസണിൽ തടവിലായിരുന്നു. അന്ന് വേണമെങ്കിൽ ആർഥറെ അവർക്ക് കൊല്ലാമായിരുന്നു, എന്നെയും. പക്ഷെ അവരത് ചെയ്തില്ല. അതിന്റെ കാരണം അവർക്ക് ആവശ്യപ്പെട്ട എന്തോ ഒന്ന് അച്ഛന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. യൂറോങ് അത് പറഞ്ഞപ്പോ നീലിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ബ്ലാക്ക് സ്റ്റോൺ ആണ്. ആ ക്ലൗഡ് ലൈക്ക് മാനറിലെ സംഭവത്തിനും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് അവന്റെ അച്ഛൻ അവൻ ആ കറുത്ത കല്ല് കൊടുത്തത്. മുത്തച്ഛൻ കൊടുത്ത കല്ലാണെന്നും അത് നീല് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്നുമാണ് അന്ന് ആർതർ നീലോട് പറഞ്ഞത്. അവന്റെ 12ാമത്തെ ബർത്ത്ഡേക്കാണ് യഥാർത്ഥത്തിൽ ആ കല്ല് അവനെ കിട്ടുന്നത്. അതിന് തൊട്ടു മുമ്പാണ് യഥാർത്ഥത്തിൽ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് മരിക്കുന്നത്. നീൽ ആ കഥയൊക്കെ ഓർമ്മയുണ്ട്. അന്ന് മുതൽ ആ കല്ല് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ കല്ല് അവന് കൊടുത്തുകൊണ്ട് അവന്റെ പിതാവ് 1-2 കാര്യങ്ങൾ കൂടി നീലോട് പറഞ്ഞിരുന്നു. ആ കല്ലിനെ കുറിച്ച് ഒരാളോട് പോലും ഒന്നും പറയരുതെന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അവന്റെ അമ്മ യൂറോങ്ങിനോട് പോലും ആ കല്ലിനെ കുറിച്ച് പറയരുതെന്ന് വ്യക്തമായിട്ട് തന്നെ ആർതർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആർതർ ഒരു കാര്യം കൂടി നീലിനോട് പറഞ്ഞു. ആ കല്ലുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളൊക്കെ കാണും. അന്ന് യൂറോങ്ങിനോട് കല്ലിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ ആർതർ ഒരു വാചകം കൂടി നീലിനോട് പറഞ്ഞിരുന്നു. നീ ആ കല്ലുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ അറിയും. പക്ഷെ ആ രഹസ്യം നീ അറിഞ്ഞാൽ ഒരു കാരണവശാലും നീ അത് എന്നോട് പോലും പറയരുത്. എന്നോടൊന്നല്ല, ഈ ഭൂമിയിൽ നീ കാണുന്ന ഒരാളോടും അതിനെക്കുറിച്ച് പറയരുത്. നിന്റെ മുത്തച്ഛൻ എന്നോട് ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കല്ലിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ആരോടും പറയാൻ പാടില്ല എന്ന് ആ കല്ല് കൊടുത്തുകൊണ്ട് ആർതർ പറഞ്ഞ കാര്യം ഇതുവരെയും നീല അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. ഇപ്പോ ആർതറുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യത്തിന് വേണ്ടിയാണ് ആർതറെ ജിൻ യൂലോങ് തടവിൽ പിടിച്ചിരിക്കുന്നതെന്ന് യൂറോങ് പറഞ്ഞപ്പോ നീലിന് കഥ മനസ്സിലായി. അവന്റെ കൈവശം ഇരിക്കുന്ന ആ ബ്ലാക്ക് സ്റ്റോണിന് വേണ്ടിയാണ് ശരിക്കും ലിൻ കുടുംബം ആർതറെ തടവിലാക്കിയത്. ആ കല്ല് കിട്ടുന്നവരെ അവന്റെ പിതാവിന് ഒന്നും സംഭവിക്കില്ല എന്ന് അവന്റെ അമ്മ പറഞ്ഞത് 100% വാസ്തവമാണ്. ശരിക്കും അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആർതർ അവിടെ ആ ലിൻ കുടുംബത്തിനകത്ത് ആ പ്രധാന ബിൽഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആർതറെ കൈവിലങ്ങോ കാൽവിലങ്ങോ ഇട്ട് ബന്ധിച്ചിട്ടൊന്നുമില്ല. ആർതർക്ക് ആ ബിൽഡിങ്ങിൽ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാം. പക്ഷേ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് മാത്രം പോകാൻ പറ്റില്ല. പുറത്തേക്ക് പോകാനായിട്ട് 1-2 തവണ ആർതർ ശ്രമിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഒരു ഫോഴ്സ് ആർതറെ അകത്തേക്ക് തള്ളും. അത് ശരിക്കും ശക്തമായ ഫോഴ്സാണ്. ആ ഫോഴ്സിന് വല്ലാത്ത ശക്തിയാണ്. 2 തവണ ശ്രമിച്ചപ്പോ ആർതർക്ക് ഒരു കാര്യം ബോധ്യമായി. ആ വീടിന് ചുറ്റും ഒരു ഫോർമേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച ആർതർ ആ വീടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആർതറുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നീലിന്റെ മുഖമാണ്. ആ ഗോസ്റ്റ് പ്രിസണിനകത്ത് ആർതർ ആ കാഴ്ച കണ്ടിരുന്നു. ആ ഗോസ്റ്റ് പ്രിസണിലെ അതിശക്തരായ യോദ്ധാക്കളെ വളരെ കൂളായി നേരിടുന്ന നീലിന്റെ ആ മുഖം ഇപ്പോഴും ആർതറുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. തന്റെ മകൻ ആ ഗോസ്റ്റ് പ്രിസൺ തകർത്ത് തന്നെയും യൂറോങ്ങിനെയും രക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ലിൻ കുടുംബത്തെ തകർത്ത് തന്നെ ഉറപ്പായും നീൽ രക്ഷിക്കും. ആ ഒരു വിശ്വാസം ഇപ്പോ ആർതർക്കുണ്ട്. മകനെ കുറിച്ച് ആലോചിച്ചപ്പോ ആർതറുടെ ഉള്ള് ശരിക്കും അഭിമാനം കൊണ്ട് അങ്ങനെ നിറയുകയാണ്. ശരിക്കും നീലിന്റെ വളർച്ച വളരെ കുറച്ചു മാത്രമേ ആർതർക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. 16 വയസ്സ് വരെയുള്ള നീലിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു ചലച്ചിത്രം പോലെ ഇപ്പോഴും കാണാൻ പറ്റും. നീൽ ഗ്രീ എന്ന് പേരിടണമെന്ന് ജനിക്കുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പേ ആർതറുടെ പിതാവ് ആർതറോട് പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പോ കൃത്യമായിട്ടും ആർതർക്ക് ഓർമ്മയുണ്ട്. അതുപോലുള്ള എല്ലാ സംഭവങ്ങളും അച്ഛൻ നീലിന്റെ 12ാം ബർത്ത്ഡേക്ക് ആ ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തതും അത് നീലിന് കൈമാറിയതൊക്കെ ആർതർക്ക് അറിയാം. അതെല്ലാം ആർതറുടെ മനസ്സിലൂടെ കടന്നു വരികയാണ്. പക്ഷെ അതിനുശേഷം ആ ക്ലൗഡ് ലൈക്ക് ഇൻസിഡന്റും പിന്നീടുള്ള 9 കൊല്ലങ്ങളും ആ 9 കൊല്ലങ്ങളിൽ നീലിനുണ്ടായ മാറ്റം അതാണ് ശരിക്കും ആർതറെ ഇപ്പൊ വല്ലാതെ അതിശയിപ്പിക്കുകയും അതേസമയത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. തന്റെ മകൻ ഒരുപാട് വളർന്നിട്ടുണ്ട്. അത് ആ ആലോചന ആർതറെ ശരിക്കും സന്തോഷിപ്പിക്കുമ്പോൾ ആ മുറിയിലേക്ക് ഒരാള് കടന്നു വന്നത് സാക്ഷാൽ ലിൻ യൂലോങ് ആണ്. യൂലോങ് ആർതറെ ഒന്ന് നോക്കിയിട്ട് തുറന്നു കിടക്കുന്ന ജനാലയുടെ അടുത്തേക്ക് വന്നു. അയാൾ ആ ജനാലയിൽ കൂടി അയാളുടെ വലത് കൈ പുറത്തേക്ക് ഇട്ടിട്ട് കൈയൊന്ന് ഞൊടിച്ചതും ഒരു പക്ഷി പറന്നു വന്ന് അയാളുടെ കയ്യിലിരുന്നു. അയാൾ ആ പക്ഷിയുടെ കഴുത്തിലൊന്ന് പിടിച്ചു. അതിനുശേഷം തിരിഞ്ഞ് ആർതർ നോക്കി ആർതറോട് പറഞ്ഞു, ആർതർ,
ഈ പക്ഷിയും നീയും തമ്മിൽ ഇപ്പോ ഒരു വ്യത്യാസവുമില്ല. നോക്ക്, ഈ പക്ഷിയും ഇപ്പോ തടവിലാണ്, നീയും തടവിലാണ്. ഞാൻ ഈ കൈയൊന്ന് വിട്ടാൽ ഈ പക്ഷിക്ക് ഈ ആകാശത്ത് എവിടെ വേണമെങ്കിലും പറന്നു നടക്കാം, എന്തും ചെയ്യാം. ആർതർ, അതുപോലെയാണ് നിന്റെ കാര്യം. ഇവിടെ ഈ വീടിനകത്ത് എവിടെയും നിനക്ക് പോകാം, പക്ഷെ എന്നാലും അതൊരു കൂടാണ്. ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകാനും നിന്റെ മകനെയും നിന്റെ ഭാര്യയും കാണാനും ഒക്കെ നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? അത് നിനക്കറിയാം എനിക്ക് എന്താണ് വേണ്ടതെന്ന്. നിന്റെ കയ്യിലുള്ള ആ രഹസ്യം അത് എന്നോട് പറഞ്ഞാൽ ആ നിമിഷം നിന്നെ ഞാൻ ഇവിടുന്ന് സ്വതന്ത്രനാക്കും. നീ അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? അങ്ങനെ പറഞ്ഞ ആ യൂലോങ് അയാളുടെ കയ്യിലിരുന്ന ആ കക്ഷിയുടെ കഴുത്തിൽ ഒന്ന് പ്രസ് ചെയ്തത് അത് അതിന്റെ കഴുത്തൊടിഞ്ഞ് അത് താഴേക്ക് വീണു. ഒരു പക്ഷിയെ നിർദാക്ഷിണ്യം യൂലോങ് കൊന്നിരിക്കുകയാണ്. അത് കണ്ടപ്പോ ആർത്തർക്ക് ഒത്തിരി വിഷമമായി. ആർത്തർ യൂലോങ്ങിനോട് പറഞ്ഞു, ഷേ, നിങ്ങൾ ഇത്ര ക്രൂരനാണ്. ഒരു തെറ്റും ചെയ്യാത്ത പക്ഷിയെ എന്തിനാ ഇങ്ങനെ കൊന്നത്? ഹേ ആർതർ, ഇവിടെ ജീവൻ എന്ന് പറയുന്നത് അത്ര വിലയുള്ള കാര്യമൊന്നുമല്ല. ശക്തൻ എല്ലാം സ്വന്തമാക്കും. അശക്തന്മാരുടെ ജീവനും ജീവിതത്തിനും വലിയ പ്രസക്തിയൊന്നുമില്ല. അത് നീയാണെങ്കിലും പക്ഷിയാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ യൂലോങ് സാവധാനം ആർതറുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആർതറുടെ അടുത്തേക്ക് നടന്നു വന്ന യൂലോങ് ആർതറുടെ തൊട്ടുമുന്നിൽ നിന്നും, ആർതർ, എനിക്ക് കളയാൻ സമയമില്ല. കഴിഞ്ഞ 9 കൊല്ലങ്ങളായി നീ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കൈവശമുള്ള രഹസ്യം അത് നീ എനിക്ക് നൽകിയില്ലെങ്കിൽ ആ പക്ഷിയെ ഞാൻ അവസാനിപ്പിച്ചതുപോലെ നിന്നെയും അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് യൂലോങ് ആർതറുടെ കഴുത്തിലൊരു പിടി, കഴുത്തെ പിടിച്ച് ആർതറെ അയാൾ പിടിച്ചങ്ങ് പൊക്കി. ഒറ്റക്കൈയിൽ ആർതറെ എടുത്തങ്ങനെ പൊക്കിയ യൂലോങ് ആർതറോട് പറഞ്ഞു, ഞാൻ ഈ കൈ ഒന്ന് അമർത്തിയാൽ അത് നീ അവിടെ അവസാനിക്കും. ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ പറയണം എന്താണ് നിന്റെ രഹസ്യമെന്ന്. അങ്ങനെ ആർതറോട് യൂലോങ് പറഞ്ഞപ്പോ ആർതർ ആ അവസ്ഥയിലും ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയോടുകൂടി തന്നെ പതുക്കെ ആർതർ പറഞ്ഞു, യൂലോങ്, നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, പക്ഷേ നീ വിചാരിക്കുന്ന കാര്യം അത് മാത്രം നടക്കില്ല. അത് കേട്ടപ്പോ യൂലോങ്ങിന് ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. യൂലോങ് ആ കൈ ഒന്ന് അമർത്താൻ പോയതും ഒരു ശബ്ദം യൂലോങ് കേൾക്കുകയാണ്. ഏയ് യൂലോങ്, നിർത്ത്! നല്ല മുഴക്കമുള്ള ശബ്ദം കേട്ടതും യൂലോങ് ആർതറെയും കൊണ്ട് തിരിഞ്ഞപ്പോ അവൻ ആ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കുകയാണ്. അവരുടെ ആ ശബ്ദം അങ്ങനെ പറഞ്ഞതും യൂലോങ് ആർതറെ ഒരൊറ്റ എറി. ഒരു ശബ്ദത്തോടെ ആർതർ വന്ന് താഴെ വീണു. ആ വീഴ്ചയിൽ ആർതർക്ക് കാര്യമായി പരിക്കും പറ്റിയിട്ടുണ്ട്. താഴേക്ക് വീണ ആർതറുടെ അടുത്തേക്ക് യൂലോങ്ങിനോട് ആർതർ വിടാൻ പറഞ്ഞ ആള് ഓടിയെത്തി. അയാൾ ഒരു പരുവത്തിൽ ആർതറെ പിടിച്ചെണീപ്പിച്ചു. ആർതർ, പ്ലീസ്, ഒന്നും തോന്നരുത്, എന്റെ മകന് കുറച്ച് ദേഷ്യമുണ്ട്. വന്നിരിക്കുന്നത് ഓൾഡ് മാസ്റ്റർ ലിന്നാണ്. ആ കുടുംബത്തിൽ യൂലോങ് ഓൾഡ് മാസ്റ്റർ ലിന്നെ മാത്രമേ അനുസരിക്കൂ. ഓൾഡ് മാസ്റ്റർ ലിൻ ആർതറെ പിടിച്ച് ഒരു കസേരയിരുത്തി. അതിനുശേഷം അയാൾ നടന്ന് യൂലോങ്ങിന്റെ അടുത്തേക്ക് വന്നു. ഏയ് യൂലോങ്, എന്താണ് ഇത്? ഇങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? അച്ഛാ, പിന്നെ അവൻ യൂലോങ്, അതൊന്നും വേണ്ട, ഞാൻ അതിന് ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഓൾഡ് മാസ്റ്റർ ലിൻ പുറത്തേക്ക് നോക്കി അല്പം ബഹുമാനത്തോടെ വിളിച്ചു, മാസ്റ്റർ പ്ലീസ്, മാസ്റ്റർ പ്ലീസ് എന്ന് പറഞ്ഞതും അതേ സമയത്ത് കഴുത്തിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നു. അയാള് അകത്തേക്ക് വരുമ്പോ അയാളുടെ ബോഡിക്ക് ചുറ്റുള്ള ഓറ ചെലുത്തുന്ന പ്രഷർ ശരിക്കും യൂലോങ്ങിനും അനുഭവപ്പെട്ടു തുടങ്ങി. അവിടേക്ക് വന്നത് കുള്ളൻ മലനിരകളിൽ നിന്നുള്ള ഒരു എക്സ്പെർട്ട് ആണെന്ന് ഒറ്റ നോട്ടം കൊണ്ട് യൂലോങ്ങിന് മനസ്സിലായി. യൂലോങ് ഉടൻ തന്നെ അദ്ദേഹത്തെ കണ്ട് ഒന്ന് തൊഴുതു. മാസ്റ്റർ, സ്വാഗതം, സ്വാഗതം. യൂലോങ്ങും ഓൾഡ് മാസ്റ്റർ ലിന്നും ഒരുപോലെ ആ ചുവന്ന വസ്ത്രധാരിയെ കൈകൾ കൂപ്പി തൊഴുതതും ചുവന്ന വസ്ത്രധാരി ആർതറെ കണ്ടു. ആർതറെ കണ്ടപ്പോ അയാളുടെ മുഖത്ത് ഒരു പുച്ഛഭാവം കടന്നു വരികയാണ്. ഹേയ്, എന്താ മിസ്റ്റർ ലിൻ, ഇതുപോലെ ഒരു ചെറിയ കേസ് കൈകാര്യം ചെയ്യാനാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? വന്നിരിക്കുന്ന കക്ഷിക്ക് ആരുടെ മനസ്സും വായിക്കാൻ പറ്റും. അതിനുള്ള ഒരു ടെക്നിക്ക് അയാളുടെ കൈവശമുണ്ട്. അതിവിശാലമായ ആ കൊല്ലൻ മലനിരകൾക്കുള്ളിലെ അതിവിദൂരമായ ഒരു സ്ഥലത്തുനിന്ന് ഓൾഡ് മാസ്റ്റർ ലിൻ ആ എക്സ്പെർട്ടിനെ തേടിപ്പിടിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. ആ എക്സ്പെർട്ട് പറഞ്ഞ ഡയലോഗ് കേട്ടതും ഓൾഡ് മാസ്റ്റർ ലിൻ സന്തോഷത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, മാസ്റ്റർ, ഈ കക്ഷി വിചാരിക്കുന്ന അത്ര സിമ്പിളൊന്നും അല്ല. ഞങ്ങള് ഒരുപാട് ശ്രമം നടത്തി നോക്കിയിട്ടും പറ്റാത്തതുകൊണ്ട് അങ്ങേ വിളിപ്പിച്ചത്. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചുവന്ന വസ്ത്രധാരി കസേരയിരിക്കുന്ന ആർതറുടെ മുന്നിലേക്ക് വന്നു. ആർതറുടെ മുന്നിലേക്ക് വന്ന അയാൾ ആർതറെ ഏതാനും നിമിഷ നേരം അങ്ങനെ നോക്കി നിന്നതിന് ശേഷം ആർതറുടെ നെറ്റിയിലേക്ക് അയാളുടെ ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ചു. ആ ചൂണ്ടുവിരൽ ആർതറുടെ നെറ്റിയുടെ ഒത്ത നടുക്ക് അങ്ങനെ അല്പനേരം തൊട്ടു നിന്നതും അയാളുടെ ബോഡിയിലൂടെ ഒരു ചുവന്ന പ്രകാശം ആർതറുടെ നെറ്റിയിലേക്ക് ഒരു ലേസർ രശ്മി കടക്കും പോലെ ഇടിച്ചങ്ങനെ കയറുകയാണ്. ശരിക്കും ഒരു ഫയറിംഗ് നടത്തുമ്പോൾ വെടിയുണ്ട പാഞ്ഞു കയറും പോലെ ആ പ്രകാശം
ആർത്തറുടെ നെറ്റിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി. ആ പ്രകാശം ആർത്തറുടെ നെറ്റിലേക്ക് ഇടിച്ചു കയറിയതും ആർത്തറുടെ മുഖം ആ ചുവന്ന പ്രകാശം കൊണ്ട് തെളിഞ്ഞ ആ നിമിഷത്തിൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ ചുവന്ന വേഷധാരി ആർത്തറുടെ മുന്നിൽ നിന്ന് തെറിച്ച് ആ മുറിയിലെ ചുവരിലിടിച്ച് ഒരു ശബ്ദത്തോടെ താഴേക്ക് വീണു. ശരിക്കും ആ ചുവന്ന വേഷധാരിയെ ആരോ അവിടെ നിന്ന് എടുത്ത് പുറകോട്ട് എറിഞ്ഞതുപോലെ ഒരു ഫീലിംഗ്. ലിൻ കുടുംബത്തിലെ ആ ഓൾഡ് മാസ്റ്റർ ലിന്നും ജൂലോങ്ങും ഞെട്ടലോട് കൂടിയാണ് ആ കാഴ്ച കണ്ടത്. ആർതർ അവിടെ നിശബ്ദനായിരിക്കുകയാണ്. പക്ഷെ ആർതറെ തൊട്ട ആ വ്യക്തി ആ തറയിൽ നിന്ന് എണീക്കാൻ വല്ലാതെ പാടുപെടുകയാണ്. ഓൾഡ് മാസ്റ്റർ ലിന്നും ജൂലോങ്ങും ചേർന്ന് അയാളെ ഒരു പരുവത്തിൽ പിടിച്ചെണീപ്പിച്ചു. മാസ്റ്റർ എന്താ പറ്റിയേ? ഏയ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവന്റെ ബോഡിക്കുള്ളിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് എന്റെ ഡിവിനേഷനെ പരാജയപ്പെടുത്തുകയാണ്. മറ്റൊരാളുടെ ഉള്ളറിയാനുള്ള ആ പ്രക്രിയയ്ക്ക് അവർ വിളിക്കുന്ന പേരാണ് ഡിവിനേഷൻ. ആ പ്രക്രിയ അയാൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആർതർക്ക് ഉള്ളിലുള്ള ആ പ്രൊട്ടക്ഷൻ അയാളെ ശക്തിപൂർവ്വം തള്ളി മാറ്റുകയായിരുന്നു. അയാളെ കൂടുതൽ ശക്തി കൊടുത്തിരുന്നുവെങ്കിൽ അയാളെ കൂടുതൽ ശക്തമായി തിരിച്ചു തള്ളുമായിരുന്നുവെന്ന് ഒരു തോന്നൽ ഇപ്പോൾ ആ മനുഷ്യനുണ്ട്. ഓൾഡ് മാസ്റ്റർ ആർതർ നോക്കിയിട്ട് ലിന്നെയും യൂലോങ്ങിനെ നോക്കി അവരോട് പറഞ്ഞു, ബാ പുറത്തിറങ്ങി. ആർതറെ കേൾക്കാതെ അവർക്ക് എന്തോ ഒരു ഡിസ്കഷൻ നടത്താനുണ്ട്. ആർതറെ അവിടെ ആക്കിയിട്ട് അവര് 3 പേരും കൂടി ആ കോമ്പൗണ്ടിന് പുറത്തുള്ള പ്രധാന ബിൽഡിങ്ങിലെ ഹാളിലെത്തി. അവിടെ ഓൾഡ് മാസ്റ്റർ ലിന്നും യൂലോങ്ങും ആ മാസ്റ്ററും മാത്രമായതും മാസ്റ്റർ അവരോട് പറഞ്ഞു, അവനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ തകർക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ കൊല്ലപ്പെടും. അതുകൊണ്ട് തൽക്കാലം അവനെ തൊടണ്ട. ഞാൻ ആ പ്രൊട്ടക്ഷൻ തകർക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാം. അകത്ത് ആർതറുടെ ബോഡിക്കുള്ളിൽ ആരോ അതിശക്തമായ ഒരു സ്പിരിച്വൽ സീല് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സ്പിരിച്വൽ സീല് എന്താണെന്ന് കണ്ടെത്തിയാലേ ആ സ്പിരിച്വൽ സീല് തകർക്കുന്ന മാർഗം കണ്ടുപിടിക്കാൻ പറ്റും. ഏത് സീലും തകർക്കാൻ പറ്റും, പക്ഷെ അതിനെ പറ്റിയ അറിവുള്ള ആൾ വേണമെന്ന് മാത്രം. സ്പിരിച്വൽ എനർജി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സീല് ആർതറുടെ ബോഡിയിൽ അയാൾക്ക് വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതേ സീലാണ് ആ ആട് മനുഷ്യനെ ആ ഗോസ്റ്റ് പ്രിസണിൽ വെച്ച് അന്ന് ആർതറുടെ മുന്നിൽ നിന്ന് എടുത്ത് എറിയിപ്പിച്ചത്. ആർതർക്ക് ഉള്ളിലേക്ക് നുഴഞ്ഞിറങ്ങാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും ആ സീല് തകർക്കും. ആ ശൈലിയുടെ പ്രൊട്ടക്ഷൻ ആർതർക്കുള്ളിൽ ആരോ ചെയ്തിട്ടുണ്ട്. ആർതർ ഇത് ആദ്യമായിട്ടല്ല അനുഭവിക്കുന്നത്. അന്ന് യൂറോങ്ങുമായിട്ട് ക്യാപിറ്റലിൽ നിന്ന് റിവർ സിറ്റിയിലേക്ക് ഒളിച്ചോടിയപ്പോൾ ജിയാങ് കുടുംബം അവരെ ഫോളോ ചെയ്ത് റിവർ സിറ്റിയിൽ എത്തിയിരുന്നു. അന്ന് ജിയാങ് കുടുംബത്തിലെ അതിശക്തർ യൂറോങ്ങിനെ പിടിക്കാനായി ഓടിയെത്തിയപ്പോൾ യൂറോങ്ങിന് മുന്നിലേക്ക് ആർതർ കയറി നിൽക്കുകയായിരുന്നു. ആർതറെ പിടിച്ചു മാറ്റിയിട്ട് യൂറോങ്ങിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് അവർ വന്നത്. പക്ഷെ ആർതറെ അവരന്ന് പിടിച്ചപ്പോൾ അന്ന് ആ തെറിച്ചുപോയ ആളുകളെ മാത്രമല്ല ആർതറെയും യൂറോങ്ങിനെയും അമ്പരപ്പിച്ചിരുന്നു. അന്ന് പക്ഷേ ഈ ഓട്ടത്തിനിടയിലായതുകൊണ്ട് അവര് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിരുന്നില്ല. അതിനുശേഷം ഗോസ്റ്റ് പ്രിസണിൽ ആ ആടിന്റെ പോലെ തലയുള്ള ആ മനുഷ്യൻ അന്നും ആർതറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മനുഷ്യൻ തെറിച്ചത് യൂറോങ്ങും അതുപോലെ ആർതറും കണ്ടതാണ്. ഇപ്പൊ ഇതാ ഇവിടെ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് സമാന സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. തന്റെ ബോഡിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ധാരണയിലേക്ക് ആർതർ കടക്കുമ്പോൾ ഏകദേശം വൈകുന്നേരമായി. അതിനിടയിൽ നീല് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. നീലും അമ്മയും ഇപ്പോ ആ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ ആ ക്വാർട്ടേഴ്സിനകത്താണ് താമസിക്കുന്നത്. നീല് നേരത്തെ ജിയാങ് കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഓൾഡ് മാസ്റ്റർ ജിയാങ്ങിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ഗ്രീവ്സ് കുടുംബത്തെ താൻ ഈ ക്യാപിറ്റലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നാണ് നീല് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന ആഗ്രഹം നീലിനുണ്ടെങ്കിൽ അതിനെ പറ്റിയ സ്ഥലം ഈ യൂണിവേഴ്സിറ്റിയിലെ ആ ക്വാർട്ടേഴ്സ് അല്ല, ഒരു നല്ല സ്ഥലം വേണം. നല്ല സ്ഥലം കണ്ടുപിടിക്കാനായി ഡാർക്ക് ഹാളിനോടും അതുപോലെ ഡ്രാഗൺ സോളിനോടും നീല് ഇതിനിടയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവിടെ ആ ജിയാങ് കുടുംബത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നീലിന്റെ അമ്മയ്ക്കും ഓൾഡ് മാസ്റ്റർ ജിയാങ് മാപ്പ് കൊടുത്തതാണ്. അവർക്ക് സുഖമായിട്ട് ആ കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള അനുവാദമാണ് അയാൾ കൊടുത്തത്. പക്ഷെ ഒരു കണ്ടീഷൻ നീൽ പാലിക്കണമായിരുന്നു. നീലിന്റെ കൈവശമുള്ള ആ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, ടെക്നിക്കുകൾ നീല് ആ ജിയാങ് കുടുംബത്തിന് കൊടുക്കണം. അത് മാത്രമാണ് ഓൾഡ് മാസ്റ്റർ ജിയാങ് ആവശ്യപ്പെട്ടത്. ഒരു യോദ്ധാവും അവരുടെ മാർഷൽ ആർട്സ് രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കില്ല. അക്കാര്യം ഈ ജിയാങ് ജിൻഫങ്ങിന് നന്നായി അറിയാം. നീലിന്റെ എല്ലാം ഇരിക്കുന്നത് ആ രഹസ്യങ്ങളിലാണ്. ആ രഹസ്യം നീല് കൊടുത്താൽ നീല് എപ്പോ അവസാനിച്ചത് ചോദിച്ചാൽ മതി. നീലിന്റെ മുത്തശ്ശൻ വളരെ കൗശലപൂർവ്വം ഒരു കുറുക്കന്റെ ബുദ്ധിയോടുകൂടി ആ ചോദ്യം ചോദിക്കുമെന്ന് ഒരിക്കലും ജിൻഫങ് കരുതിയിരുന്നില്ല. ജിൻഫങ്ങിനെയും കൂടുതൽ ആളുകളെയും നോക്കിയിട്ട് ഓൾഡ് മാസ്റ്റർ ജിയാങ് പറഞ്ഞു, അവന് ഞാനൊരു ചാൻസ് കൊടുത്തതാണ്.
അവൻ ധിക്കരിച്ചിരിക്കുകയാണ്. അവൻ എന്താ പറഞ്ഞത്? ഒരു മാസം, ആ ഒരു മാസം കൊണ്ട് അവൻ ഗ്രീവ്സ് കുടുംബത്തെ ഇവിടെ ഈ ക്യാപിറ്റലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്, എന്നിട്ട് നമ്മളോട് മത്സരിക്കുമെന്ന്. അവൻ എന്തടിസ്ഥാനത്തിലാ അങ്ങനെ സംസാരിച്ചത്? എന്റെ മുന്നിൽ വെറും പുല്ല് മാത്രമായ അവൻ ഇത്ര ധിക്കാരത്തിൽ സംസാരിക്കുമ്പോൾ അത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ഓൾഡ് മാസ്റ്റർ ജിയാങ് പറഞ്ഞതും ജിയാങ് ജിൻഫെങ് അയാളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു ചാൻസ് നൽകിയാൽ ഞാൻ നീലിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവിടെ കൊണ്ടുവരാം. അച്ഛാ, ഞാൻ വീണ്ടും പറയുന്നു, നീലിന് നല്ല പൊട്ടൻഷ്യലുണ്ട്. നാളെ നമ്മുടെ ഈ ജിയാങ് കുടുംബത്തിന് അതൊരു അസറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ജിയാങ് ജിൻഫെങ് പറഞ്ഞതും ഓൾഡ് മാസ്റ്റർ ജിയാങ് ജിൻഫെങ്ങിനോട് പറഞ്ഞു, ഓക്കെ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അവന് വലത് അഹങ്കാരമാണ്. അവന്റെ അഹങ്കാരമൊക്കെ കളഞ്ഞിട്ട് അവൻ ആ ടെക്നിക്കുകളൊക്കെ നമ്മുടെ ഈ കുടുംബത്തിന് അടിയറ വെക്കുകയാണെങ്കിൽ അവനെയും അവന്റെ അമ്മയും ഈ കുടുംബത്തിലേക്ക് തിരിച്ചു കയറ്റാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓൾഡ് മാസ്റ്റർ ജിയാങ് അയാളുടെ സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അതിനൊരു കൊളുത്ത് അയാൾ വെച്ചിട്ടുണ്ട്. ആ കൊളുത്ത് നീലിന്റെ ആ മാർഷൽ ആർട്സ് ടെക്നിക്കുകളാണ്. എന്തായാലും നീലിനോട് ഒന്ന് സംസാരിച്ചു നോക്കാം എന്നൊരു ധാരണ ഈ സമയത്ത് ജിയാങ് ജിൻഫെങ്ങിനുണ്ട്. നീലിനെ കണ്ടെത്തി നീലുമായി ആ വിഷയം സംസാരിക്കുന്നതിനെ കുറിച്ച് ജിൻഫെങ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീലിന്റെ ടാബിലേക്ക് കുറെ ഇൻഫർമേഷൻ എത്തി. ആ കാര്യങ്ങളൊക്കെ വായിച്ച് നീല് സന്തോഷത്തോടെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് യൂറോങ് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അടുക്കള നിൽക്കുകയാണ്. അടുക്കളയിലേക്ക് ഓടിയെത്തിയ നീല് അമ്മയോട് പറഞ്ഞു, അമ്മ ബാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ നീൽ, ഞാൻ ചില സാധനങ്ങൾ ഉണ്ടാക്കിയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന. അമ്മ അതൊക്കെ പിന്നീട് ഉണ്ടാക്കാം, അമ്മ വാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞ നീല് അമ്മയുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ ആ ഹാളിൽ കൊണ്ടുവന്നു. അവിടെ അമ്മയുടെ അടുത്തിരുന്ന നീല് ആ ടാബ്ലറ്റ് ഓണാക്കി അതിലെ വിശേഷങ്ങളൊക്കെ അമ്മയെ കാണിച്ചു. അമ്മ, നമുക്ക് നമ്മുടേതായ ഒരു വസതി എന്തായാലും വേണം. ഇപ്പൊ നമ്മൾ ഈ ക്യാപിറ്റലാണ് ഉള്ളത്. അമ്മയ്ക്ക് ഗ്രീവ്സ് കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ജിയ കുടുംബത്തെക്കാൾ ശക്തമായിട്ട്? നീൽ, നീ പറയുന്നത് ശരിക്കും എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ നീൽ, നീ ഒരു കാര്യം അറിയണം. എൻ്റെ ജിയാങ് കുടുംബം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇന്നത്തെ നിലയിൽ എത്തിയതാണ്. നമ്മളിപ്പോ ഗ്രീവ്സ് കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും ജിയാങ് കുടുംബത്തോടൊപ്പം എത്താൻ പറ്റില്ല. അമ്മ, അതിനെക്കുറിച്ചൊന്നും അമ്മ ആലോചിക്കണ്ട. ഒരേ ഒരു മാസം, ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ ഗ്രീവ്സ് കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. നീൽ, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ അച്ഛൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ടെന്ന്. നിന്റെ അച്ഛൻ്റെ കുടുംബം ചിലപ്പോൾ ഒരു മാർഷൽ ആർട്സ് കുടുംബം ആയിരിക്കാം. ഞാനത് വെറുതെ പറയുന്നതല്ല. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചപ്പോൾ അവരുടെ ചിതാഭസ്മം തേടിയെത്തിയ ആ ആളുകളുടെ ബോഡി ലാംഗ്വേജ് അത് എന്നോട് അങ്ങനെ പറയുകയാണ്. എനിക്ക് ഈ മാർഷൽ ആർട്സുമായിട്ട് നല്ല ബന്ധമാണല്ലോ. ഞാൻ ഒരുപാട് മാർഷൽ ആർട്സുകാരെ കാണുന്നതാണ്. അന്ന് വന്ന ആളുകളൊക്കെയും സാധാരണ നമ്മുടെ ഈ ഹക്സിയിൽ കാണുന്ന മാർഷൽ ആർട്ടിസ്റ്റുകളെ പോലെ ഉള്ള ആളുകളല്ല. അവരൊക്കെ വേറൊരു ശൈലിയിൽ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അത് കേട്ടപ്പോൾ നീലിന് കാര്യം മനസ്സിലായി. നീലിന്റെ ഗ്രാൻഡ് ഫാദറുടെയും ഗ്രാൻഡ് മയുടെയും ആ ചിതാഭസ്മം ശേഖരിക്കാനെത്തിയ ആ ടീം ചിലപ്പോൾ കൾട്ടിവേറ്റേഴ്സിന്റെ ടീമായിരിക്കും. നീൽ, നീ പറയുന്നതനുസരിച്ച് ഗ്രീവ്സ് കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അതൊരു വലിയ കാര്യമാണ്. എന്നാലും നീ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് യൂറോങ് നീല് കൊടുത്ത ആ ഇൻഫർമേഷൻ മുഴുവൻ നോക്കുകയാണ്. ഡ്രാഗൺ സോളുകാരും ഡാർക്ക് ഹാളും ചേർന്ന് ഒത്തിരിയേറെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് അതിവേഗം ബിൽഡിംഗ് കെട്ടി ഗ്രീവ്സ് കുടുംബത്തിന് ആസ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ് നീലിന്റെ ടാർഗറ്റ്. പണിക്കാരും പണവും അത് രണ്ടും നീലിന് വിഷയമല്ലാത്തതുകൊണ്ട് സ്ഥലം കിട്ടിയ മാത്രം മതി. നീല് കൊടുത്ത ലിസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ യൂറോങ് നീലിനോട് പറഞ്ഞു, നീൽ, ഏത് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും വാസ്തു എന്തായാലും നോക്കണം. ഏത് ദിക്കിലേക്കാണ് വസ്തുവിന്റെ ഓപ്പണിംഗ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വസ്തുവിലേക്കുള്ള വായുവിന്റെയും പ്രകാശത്തിന്റെയും ജലത്തിന്റെയും ഒഴുക്കുമൊക്കെ നോക്കണം. നീ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മിക്കവാറും നല്ല സ്ഥലങ്ങളാണ്. വസ്തു നോക്കിയാൽ പലതും അനുയോജ്യമാണെങ്കിലും എനിക്ക് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് ഈ സ്ഥലമാണ്. ഇവിടെ സ്റ്റോർഡ് എനർജി ഇഷ്ടം പോലെ ഉണ്ട്. അത് വിശാലമായ ഒരു പ്രോപ്പർട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂറോങ് അങ്ങനെ പറഞ്ഞത്. യൂറോങ്ങിന് അത് പറയാൻ എളുപ്പമാണ്. കാരണം യൂറോങ് ജനിച്ചു വളർന്നത് ഈ ക്യാപിറ്റലിലാണ്. ആ ക്യാപിറ്റലിലെ ഓരോ സ്ഥലവും കാണുമ്പോൾ യൂറോങ്ങിന് കൃത്യമായിട്ട് അത് ഏത് പ്രോപ്പർട്ടിയാണെന്നും അത് എവിടെയാണെന്നും അറിയാം. അതുകൊണ്ടാണ് യൂറോങ് ആ സ്ഥലം കണ്ടതും അത് കൊള്ളാമെന്ന് നീലിനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ യൂറോങ് നീലിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, പക്ഷെ നീൽ, ഈ സ്ഥലം നിനക്ക് കിട്ടത്തില്ല. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? നീൽ, ഇത് ആരെ സ്ഥലമാണെന്ന് അറിയാവോ? ഇത് ലിക്സൺബായിയുടെ സ്ഥലമാണ്. ലിക്സൺബായി, നീൽ, നീ
അയൺ ബ്ലഡഡ് ആർമി എന്ന് കേട്ടിട്ടില്ലേ? അയൺ ബ്ലഡഡ് ആർമി നീല് കേട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ഡ്രാഗൺ സോള് പോലെ തന്നെയുള്ള മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അയൺ ബ്ലഡഡ് ആർമി. അയൺ ബ്ലഡഡ് ആർമി ശരിക്കും അറ്റാക്കിംഗ് സംവിധാനമാണ്. വളരെ പ്രാധാന്യമുള്ള സമയത്ത് മാത്രമേ അയൺ ബ്ലഡഡ് ആർമിയെ സർക്കാർ രംഗത്തിറക്കും. ആ അയൺ ബ്ലഡഡ് ആർമിയുടെ തലവനാണ് ആക്ച്വലി ഈ ലിക്സൺ ബായ്. ആ കാര്യമാണ് യൂറോങ് നീലിനോട് പറയുന്നത്. അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന നീല് അമ്മയോട് ചോദിച്ചു, അമ്മ നമുക്ക് ലിക്സൺ ബായിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാം. നീൽ അദ്ദേഹം ഇത് കൊടുക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടുപോയത് ഈ സ്ഥലവുമായി കണക്ട് ചെയ്താണെന്ന് ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മടങ്ങി വന്നാൽ മാത്രമേ അദ്ദേഹം ഈ സ്ഥലം മറ്റാർക്കെങ്കിലും കൊടുക്കൂ. ഇവിടെ ഈ ഹക്സിയിൽ ഒരുപാട് വലിയ കുടുംബങ്ങളുണ്ട്, ശക്തർ. അവരിൽ പലരും ഈ സ്ഥലം വാങ്ങാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ലിക്സൺ ബായി കൊടുത്തിട്ടില്ല. അമ്മ എനിക്ക് ഈ ലിക്സൺ ബായിയുടെ മകളെ അറിയാം. ലിക്സൺ ബായിയുടെ മകള് ലിബിന റിവർ സിറ്റിയിൽ പോലീസ് ഓഫീസറാണ്. ഞാനുമായിട്ട് നല്ല അടുപ്പമാണ്. ലിബിന വഴി എനിക്ക് ലിക്സൺ ബായിയെ സ്വാധീനിക്കാൻ പറ്റും. നീൽ, നീ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. സാധാരണഗതിയിൽ ലിക്സൺ ബായിയുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങാൻ പറ്റില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം. നേരത്തെ ഒരു തവണ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് റാങ്ക് ലിസ്റ്റിൽ നമ്പർ 1 ആയിരുന്നു ഈ ലിക്സൺ ബായ്. നീലിനെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും പുതിയൊരു അറിവാണ്. ഹക്സിയുടെ ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നീൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ അദ്ദേഹം ആ റാങ്ക് ലിസ്റ്റിന്റെ 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം സ്വമേധയാ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാറിയതാണ്. ആർമിയുടെ പാർട്ടായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പുറത്തു പോകണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹം ബോധപൂർവം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അങ്ങ് മാറിയതാണ്. അതിനുശേഷമാണ് മറ്റാളുകൾ 1ാം സ്ഥാനത്തേക്ക് വരുന്നത്. അതിശക്തനായ യോദ്ധാവാണ് ലിക്സൺ ബായി എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ യൂറോങ് നടത്തിയിരിക്കുന്നത്. നീലിന് ആ കാര്യം അറിയാം. ലിബിനയുടെ പിതാവ് അങ്ങ് ക്യാപിറ്റലാണെന്നും ക്യാപിറ്റലിലുള്ള ലിബിനയുടെ പിതാവ് ശരിക്കും ഈ അയൺ ബ്ലഡഡ് ആർമിയുടെ തലവനാണെന്നും അദ്ദേഹം ഹക്സിയിലെ നമ്പർ 1 മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ നീലിന് അറിവുള്ളതായിരുന്നില്ല. ഏതായാലും ഒരു പുതിയ അറിവ് ഇപ്പൊ നീലിന് കിട്ടിയിരിക്കുകയാണ്. നീല് അമ്മയോട് പറഞ്ഞു, അമ്മ ലിക്സൺ ബായി ആരായാലും എത്ര ശക്തനായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ലിബിന എന്റെ സുഹൃത്താണ്. അങ്ങനെ പറഞ്ഞ നീല് അമ്മയുടെ അടുത്ത് നിന്നേറ്റിട്ട് ഫോൺ എടുത്ത് ആദ്യം വിളിച്ചത് ലിങ്ഡൺ റേ ആണ്. ലിങ്ഡൺ റേയോട് നീൽ ആവശ്യപ്പെട്ടത് ലിൻ കുടുംബത്തിലെ ആ യൂലോങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അയാള് ആ പാർക്കിന്റെ സമീപത്താണ് താമസിക്കുന്നെന്നുള്ള ഏകദേശം ഒരു ധാരണ ഇപ്പോ നീലിനുണ്ട്. അവിടെ ഏതൊരു ഫോർമേഷൻ വഴി അവരുടെ വീട്ടിലേക്കുള്ള ആ വഴി മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അകത്തുള്ള ലിൻ എന്തായാലും പുറത്തേക്ക് വരുമ്പോൾ ആ പാർക്കിന് സമീപത്തെ പ്രധാന റോഡിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്ത് നീലിനെ അറിയിക്കണമെന്നാണ് നീല് ലിങ്ഡൺ റേയോട് പറഞ്ഞിരിക്കുന്നത്. ലിങ്ഡൺ റേയുടെ ആ ഡാർക്ക് ഹാളിലെ ആളുകൾ ആ പാർക്കിനകത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നത് തന്നെ ആ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ലിൻ കുടുംബത്തിന് അകത്തേക്കോ പുറത്തേക്കോ ആരും പോകുന്നത് അവർ കണ്ടിട്ടില്ല. അവിടെയാണ് ലിൻ കുടുംബം എന്നുള്ളത് അവരുടെ ഒരു ഊഹമാണ്. ആ ഭാഗത്ത് എവിടെയോ വെച്ച് ലിൻ കുടുംബത്തിൽ ആരെയോ കണ്ടിട്ടുണ്ടെന്ന് ഒരു വാർത്ത കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവർ ആ ഭാഗം നോക്കുന്നത്. ലിങ്ഡൺ റേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിനു ശേഷം നീല് ലീ ഷുവാനെ വിളിച്ചു. ഡ്രാഗൺ സോളിന്റെ ലീ ഷുവാൻ നീലിന്റെ ഫോൺ കിട്ടിയതും നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. എന്തു പറ്റി? ക്യാപിറ്റലിലെ ആ ഓൾഡ് മാസ്റ്റർക്ക് മിസ്റ്റർ ഗ്രീയെ ഉടനെ ഒന്ന് കാണണമെന്ന്. എന്നെയോ? എന്തിന്? അതെനിക്കറിയില്ല. എന്തായാലും ഓൾഡ് മാസ്റ്ററെ കാണുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാവും. ലീ ഷുവാൻ അങ്ങനെ പറഞ്ഞതും നീല് അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ആ മെയിൻ റോഡിൽ എത്തുമ്പോൾ ലീ ഷുവാന്റെ വാഹനം അവിടെ കാത്തു കിടക്കുകയാണ്. നീല് ലീ ഷുവാന്റെ വാഹനത്തിൽ കയറി യാത്ര ആരംഭിച്ചു. വാഹനത്തിൽ ഇരിക്കുമ്പോൾ ലീ ഷുവാൻ നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഒരു കാര്യം ശ്രദ്ധിക്കണം. മിസ്റ്റർ ഗ്രീയുടെ ഒരു രീതിയും സ്വഭാവവും ശൈലിയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തോട് ഒരു തരത്തിലുള്ള എതിർപ്പും കാണിക്കരുത്. ഈ ഹക്സിയിൽ പല കാര്യങ്ങളുടെയും അവസാന വാക്ക് ആ ഓൾഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ നമ്മുടെ കൂടെ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. തന്റെ മാതാപിതാക്കൾ ഗോസ്റ്റ് പ്രിസണിൽ ഉണ്ടെന്നുള്ള കാര്യം നീൽ ആദ്യമായി കേൾക്കുന്നത് ആ ഓൾഡ് മാന്റെ വാക്കുകളിലൂടെയാണ്. അന്നൊരു വീഡിയോ കോളിലൂടെയാണ് നീൽ ആ കാര്യം അറിഞ്ഞത്. അതിനു മുമ്പും നീല് ആ മനുഷ്യനെ വീഡിയോ കോളിലൂടെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം നീലിനോട് രാക്ഷസയെ കുറിച്ച് തിരക്കിയിരുന്നാണ്. രാക്ഷസയെ ആവശ്യം വന്നാൽ വിട്ടുകൊടുക്കാമെന്ന് അന്ന് ആ ഓൾഡ് മാനോട് നീല് പറഞ്ഞതുമാണ്. ഈ 2 സംഭവം വീഡിയോ കോളിലൂടെയാണ് നടന്നത്. ഇത് ആദ്യമായി നീല് ആ മനുഷ്യനെ നേരിൽ കാണാൻ പോവുകയാണ്. ലീ ഷുവാൻ ആ ഓൾഡ് മാന്റെ വീട്ടിലേക്കുള്ള ആ യാത്രയിൽ ഉടനീളം നീലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ സിമ്പിൾ കാര്യമാണ്.
ഒരു കാരണവശാലും ആ പ്രായമുള്ള മനുഷ്യനോട് നീല് എതിർത്ത് ഒന്നും പറയരുത്. നീലിനെ ഒരു പരുവത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ലീഷുവാൻ നീലിനെ ആ മനുഷ്യന്റെ വീട്ടിലെത്തിച്ചത്. അവിടെ എത്തിയിരിക്കുന്ന നീൽഗിരിയാണെന്ന് പറഞ്ഞതും ആ കാവൽക്കാർ നീൽഗിരിയെ അകത്തേക്ക് കൊണ്ടുപോയി. ലീഷുവാൻ അകത്തേക്ക് പോയില്ല. നീലിനെ അകത്തേക്ക് കൊണ്ടുപോയ വ്യക്തി നീലിനെ എത്തിച്ചത് ഒരു ഗാർഡനിലാണ്. നീൽ ആ ഗാർഡനിൽ വരുമ്പോൾ ലേശ പ്രായമുള്ള ഒരാള് അവിടെ ഒരു ക്യാനിൽ നിന്ന് ചെടികൾക്ക് വെള്ളം പകർന്നുകൊണ്ട് നിൽക്കുകയാണ്. നീല് നടന്ന് ആ മനുഷ്യന്റെ അടുത്തെത്തി. ആ മനുഷ്യനല്ലാതെ ആ ഗാർഡനകത്ത് വേറെ ആരുമില്ല. നീല് അദ്ദേഹത്തിന്റെ പുറകിലെത്തിയപ്പോൾ അദ്ദേഹം നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽഗിരി, സ്വാഗതം. അങ്ങനെ നമ്മൾ മുഖാമുഖം കാണുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ക്യാൻ അവിടെ തറയിൽ വെച്ചിട്ട് അടുത്ത് കണ്ട ഒരു കൽബെഞ്ചിന്റെ അടുത്തേക്ക് വന്നു. ആ കൽബെഞ്ചിന്റെ സമീപത്ത് ഒരു കൽമേശയുണ്ട്. ആ മേശപ്പുറത്ത് ഒരു കെറ്റിലിരിപ്പുണ്ട്. അദ്ദേഹം നീലിനോട് പറഞ്ഞു, വാ. അദ്ദേഹം യാതൊരുവിധ ജാടയും കാണിക്കാതെയാണ് നീലിനെ വിളിക്കുന്നത്. നീല് അദ്ദേഹത്തോടൊപ്പം നടന്ന് അദ്ദേഹത്തിന് എതിരെയുള്ള കൽബെഞ്ചിലിരുന്നു. കൽബെഞ്ചിൽ ഇരുന്ന ആ മനുഷ്യൻ ടീ കെറ്റിൽ തുറന്ന് 2 കപ്പുകളിലേക്ക് ചായ പകർന്നു. ആ ചായ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീലിന് ആ ചായയുടെ ഒരു വല്ലാത്തൊരു മാസ്മരികമായ ഗന്ധം അനുഭവപ്പെടുകയാണ്. സർ, ഇത് ഹക്സീലെ ഒരു പ്രധാനപ്പെട്ട മലയിൽ നിന്ന് രഹസ്യമായി കൾട്ടിവേറ്റ് ചെയ്യുന്ന തേയിലയാണ്. കുടിച്ചു നോക്ക്. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും നീൽ അത് കുടിച്ചു പോയിനെ. അത്ര ആകർഷകത്വമുള്ള ഒരു ചായയുടെ ഗന്ധമാണ് നീൽ അനുഭവപ്പെട്ടത്. നീല് ആ ചായ കുടിക്കുമ്പോൾ അതിനൊരു മെഡിസിനൽ ഇഫക്റ്റ് ഫീൽ ചെയ്യുകയാണ്. ശരിക്കും ശരീരത്തിന് ഒരു ഉന്മേഷം വരുന്ന പോലെ ഒരു ഫീൽ. ചായ നീല് കുടിച്ചു തുടങ്ങിയതും ആ മനുഷ്യൻ നീലിനോട് പറഞ്ഞു, നീൽ, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്. നീൽ, ഈ ക്യാപിറ്റൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ തല്ലി തകർക്കുക, പൊളിച്ചു കയറുക, അതൊന്നും ശരിയല്ല എന്ന് നിനക്ക് അറിയില്ലേ? സർ, അങ്ങ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങേക്ക് അറിയാം, എന്റെ അച്ഛനെയും അമ്മയും അവിടെ ആ ഗോസ്റ്റ് പ്രിസണിൽ 9 കൊല്ലമാണ് തടവിലിട്ടിരുന്നത്. അവരെന്ത് കുറ്റം ചെയ്തിട്ടാ അവരെ തടവിലിട്ടത്? അവർ രണ്ടുപേരും മാർഷൽ ആർട്ടിസ്റ്റുകൾ പോലുമല്ല, സാധാരണ മനുഷ്യരായിരുന്നു അവർ. അവരെ തടങ്കിലിട്ടിരിക്കുന്ന ആ സ്ഥലത്തുനിന്ന് മകനായ ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് സാർ തെറ്റാവുക? നീലിന്റെ യുക്തി ആ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നീൽ, നിന്റെ യുക്തിഭദ്രമായ മറുപടി എനിക്ക് ഇഷ്ടമായി. പക്ഷേ നീ തകർത്തത് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു താവളമാണ്. ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകൾ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അടക്കുമ്പോൾ അവരെ രഹസ്യമായി പാർപ്പിക്കാനായിട്ടാണ് ആ ഗോസ്റ്റ് പ്രിസൺ നിർമ്മിച്ചത്. ആ ഗോസ്റ്റ് പ്രിസണിന്റെ നിർമ്മാണവും അതിന്റെ മെയിൻ്റനൻസും ഒന്നും ഞങ്ങളുമായി കണക്റ്റഡ് അല്ലെങ്കിലും ഞങ്ങൾക്കത് ഉപയോഗപ്പെട്ടിരുന്നു. ശരിക്കും സർക്കാരിന് അറിയാവുന്ന ഒരു നിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു കേട്ടപ്പോൾ നീലിന് മനസ്സിലായി. നീല് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആ ഓൾഡ് മാനോട് പറഞ്ഞു, സർ, എനിക്ക് അങ്ങയുടെ ഒരു സഹായം വേണം. സഹായമോ? എന്ത് സഹായം? സർ, എന്റെ അച്ഛനെ ആ ലിൻ കുടുംബത്തിലെ ജിൻ യൂലോങ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങ് ആ ലിൻ കുടുംബം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ആ ഓൾഡ് മാസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലവും ആ ക്യാപിറ്റലിൽ ഉണ്ടാവില്ല. എത്ര രഹസ്യ ഫോർമേഷൻ അകത്താണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നെങ്കിലും സർക്കാരിന്റെ ഭാഗമായ അദ്ദേഹത്തിന് ആ വീട് അറിയാമായിരിക്കും. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന ആളുകളൊക്കെ ആ ക്യാപിറ്റലുണ്ട്. പക്ഷെ അതെല്ലാം സർക്കാരിന്റെ വ്യവസ്ഥയ്ക്ക് കൂടി വിധേയമായിട്ടാണ്. നീലിന് അത് അറിയാവുന്നത് കൊണ്ടാണ് നീല് ആ കാര്യം ഓൾഡ് മാസ്റ്ററോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ആ പ്രായമുള്ള മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാവുകയാണ്. നീലിന്റെ സ്വഭാവം അനുസരിച്ച് ആ സ്ഥലം എവിടെയാണെന്ന് നീലിനോട് പറഞ്ഞാൽ അടുത്തത് എന്താണ് നടക്കാൻ പോവുക എന്ന് ആ മനുഷ്യന് നന്നായിട്ട് അറിയാം. നീല് ആ ലിൻ കുടുംബത്തിലേക്ക് ഇരച്ചു കയറും. അങ്ങനെ ഇരച്ചു കയറിയാൽ ഇതുവരെ നീല് ഇരച്ചു കയറിയ സ്ഥലത്തുണ്ടായ റിസൾട്ട് ആകില്ല ഉണ്ടാവുക. നീല് അവസാനിക്കും. ശരിക്കും ഹക്സിയിൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നീലിനെ പോലെ ഒരു ജീനിയസ് ഉണ്ടാകുന്നത്. ആ ജീനിയസ് ആ ലിൻ കുടുംബത്തിനകത്ത് കൊല്ലപ്പെടുക എന്ന് പറയുന്ന ആ സംഭവമാണ് നടക്കാൻ പോകുന്നത്. അത് അനുവദിക്കാൻ ആ മനുഷ്യന് ഒട്ടും താല്പര്യമില്ല. അദ്ദേഹം നീലിനോട് പറഞ്ഞു, നീൽ, എനിക്കറിയാം, ഞാൻ ലിൻ കുടുംബത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞാൽ നീ അവിടേക്ക് ഇരച്ചു കയറുമോ. അങ്ങനെ ഇരച്ചു കയറിയാൽ നീ കൊല്ലപ്പെടും. ഞാൻ എന്തായാലും അത് അനുവദിക്കില്ല. മാസ്റ്റർ, അങ്ങനെ പറയരുത്. എന്റെ അച്ഛൻ അവിടെ തടങ്കലിലാണ്. എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആർതർക്ക് അങ്ങനൊന്നും സംഭവിക്കില്ല. അവർക്ക് ആർതറെ കൊല്ലണമായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. ആർതർ ലിൻ കുടുംബത്തിനകത്തുണ്ടാകാം, ചിലപ്പോ അവിടെ ഉണ്ടാകാതിരിക്കും. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ആർതർ ഉള്ളതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ പേരിൽ നീ ലിൻ കുടുംബത്തിലേക്ക് ഇരച്ചു കയറിയാൽ അത് ശരിയായില്ല. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും നീല് ഒരു ബോക്സ് എടുത്ത് മുന്നിലേക്ക് വെച്ചു. ശരിക്കും നീല് കൈ പോക്കറ്റിലേക്ക് കൊണ്ടുപോയി പോക്കറ്റിൽ നിന്ന് കൈ പുറത്തേക്ക് വരുമ്പോൾ ഒരു ബോക്സ് നീലിന്റെ കയ്യിലുണ്ട്.
സംസാര ഗ്രേവിയാർഡിനകത്ത് നീൽ സൂക്ഷിച്ചിരുന്ന ആ ബോക്സ് പുറത്തു വെച്ചിട്ട് ആ ബോക്സ് നീലൊന്ന് തുറന്നു. ആ ബോക്സിനകത്ത് ശരിക്കും മെഡിസിനൽ എഫക്ട്സ് ഉള്ള സ്വർണ്ണ നിറത്തുള്ള ഒത്തിരി ഗുളികകളാണ് ആ സമയത്ത് ആ പ്രായമുള്ള മനുഷ്യൻ കണ്ടത്. അദ്ദേഹം അമ്പരപ്പോടെ ആ ഗുളികയിലേക്ക് നോക്കുന്ന കണ്ടതും നീല് അദ്ദേഹത്തോട് പറഞ്ഞു, സർ, ഈ പിൽസ് അങ്ങയുടെ ഇന്റേണൽ ഇഞ്ചുറി എല്ലാം പൂർണ്ണമായും മാറ്റും. അങ്ങ് കുറച്ചുകൂടി യങ്ങാവും. അങ്ങയുടെ മാർഷൽ സ്ട്രെങ്ത് ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. തന്റെ മുന്നിലിരിക്കുന്നത് ശരിക്കും അതിശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീലി സംസാരിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ബോട്ടിൽ നെക്കുണ്ട്. അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന ആ മാർഷൽ ആർട്സ് പ്രാക്ടീസിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇടിച്ചു നിൽക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു സപ്പോർട്ട് മെക്കാനിസം വേണം. ആ സപ്പോർട്ട് മെക്കാനിസമായിട്ടാണ് ആ സുവർണ നിറത്തുള്ള ഗുളിയെ നീലി കാണുന്നത്. ആ ഗുളിക ശരിക്കും ആ പ്രായമുള്ള മനുഷ്യനെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഗുളിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, നീൽ, ഈ ഗുളികളൊക്കെ ശരിക്കും വിലപിടിപ്പുള്ളതാണ്. ഞാൻ ഇതൊന്നും സ്വീകരിക്കുന്നത് ശരിയല്ല. ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞതും നീല് വീണ്ടും പോക്കറ്റിലേക്ക് കൈയിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്ത് ആ മേശപ്പുറത്തേക്ക് വെച്ചു. നീല് ശരിക്കും ആ മനുഷ്യരെ കാണാൻ വരുന്ന സമയത്ത് ഒരു പ്രിപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. ആ നോട്ട്ബുക്ക് ഒരു മാർഷൽ ആർട്സ് ടെക്നിക്കാണ്. സർ, ഇത് അങ്ങേപ്പോലെ ഓൾഡ് മാസ്റ്റേഴ്സിന് ഏറ്റവും അനുയോജ്യമായ മാർഷൽ ആർട്സ് ടെക്നിക്കാണ്. അപൂർവമായ ഒരു ടെക്നിക്കാണിത്. അങ്ങേക്കിത് നന്നായി യോജിക്കും. ആ ടെക്നിക്ക് കണ്ടപ്പോൾ ആ ടെക്നിക്കിന്റെ പേരും അതിന്റെ ഒരു സംക്ഷിപ്ത വിവരവും ഒന്നാമത്തെ പേജിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അതിലൂടെ കണ്ണോടിച്ച ആ ഓൾഡ് മാസ്റ്ററുടെ മുഖത്ത് ശരിക്കും വല്ലാത്തൊരു ആർത്തി വരുന്നുണ്ട് അത് സ്വന്തമാക്കാൻ. പക്ഷേ ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും അദ്ദേഹം നീലിനോട് പറഞ്ഞു, നീൽ, നീ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും നിനക്ക് ലിൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു തരില്ല. അത് നിന്നോടുള്ള കരുതൽ കൊണ്ടുകൂടിയാണ്. അങ്ങനെ ആ മനുഷ്യൻ തീർത്ത് പറഞ്ഞതും നീല് കൊണ്ടുവന്ന ആ 2 സാധനങ്ങളും എടുത്ത് പോക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം എണീറ്റു. ശരി സർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. നീല് ആ മനുഷ്യനോട് യാത്ര പറഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴാണ് അകത്തേക്ക് ഒരാൾ ഓടി വന്നത്. അയാൾ ഒരു ഫോണ് ആ ഓൾഡ് മാസ്റ്ററുടെ കൈ കൊടുത്തു. അയാള് ആ ഫോണ് ചെവിയിലേക്ക് വെച്ചു. മറുഭാഗത്ത് നിന്ന് ആരോ എന്തോ റിപ്പോർട്ട് ചെയ്യാണ്. ഈ സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കാതെ നീല് ആ ഗാർഡന്റെ അറ്റത്തേക്ക് നടക്കുമ്പോഴാണ് ഒരു ശബ്ദം നീല് കേട്ടത്. നീൽ, അവിടെ നിൽക്കേ. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ ആ ഫോണ് വന്ന ആക്കെ തിരിച്ചു കൊടുത്തിട്ട് അയാളുടെ നേരെ നോക്കി കൈ കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ആക്ഷൻ കാണിച്ചു. അയാൾ ഉടൻ തന്നെ ആ ഗാർഡന് പുറത്തേക്ക് പോയി. ആ നിമിഷത്തിൽ ആ ഗാർഡനിലുള്ള ഒരു കൽത്തൂണിൽ ആ മനുഷ്യൻ ഒന്ന് സ്പർശിച്ചു. അയാളുടെ കൈ ആ കൽത്തൂണിൽ സ്പർശിച്ചതും നീലും അയാൾ നിന്ന ആ ഗാർഡന് ചുറ്റുമായിട്ട് ഒരു കർട്ടൻ വീഴും പോലെ സ്റ്റീൽ ഗ്ലാസുകൾ വീഴുകയാണ്. ചുറ്റും മാത്രമല്ല ഗ്ലാസ് വീണത്, മുകളിൽ മേൽക്കൂരിയായിട്ടും ഗ്ലാസ് വീഴുകയാണ്. പെട്ടെന്ന് ആ എൻ്റെ സ്ഥലവും ഒരു രഹസ്യ താവളം പോലെ അങ്ങ് മാറി. നീല് കൗതുകത്തോടെ അങ്ങനെ നോക്കുമ്പോൾ ആ മനുഷ്യൻ നീലിന്റെ അടുത്ത് വന്ന് നീലിന്റെ കയ്യിലൊന്ന് പിടിച്ചു. നീൽ, നീ ചോദിച്ച കാര്യം ഞാൻ ചെയ്തു തരാം. പക്ഷെ പകരം നീ എന്നെ സഹായിക്കണം. ഞാനോ? എന്ത് സഹായം? നീൽ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ലിക്സൺ ഭായി എന്ന് വിളിക്കും. അയൺ ബ്ലഡഡ് ആർമിയുടെ തലവനാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള 20 ആളുകളും ഇപ്പോ ഒരു അപകടത്തിലാണ്. നീ അവരെ എന്റെ മുന്നിൽ എത്തിക്കണം, ജീവനോടെ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ട്. രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അവരിവിടെ വേണം. അങ്ങനെ നീ ചെയ്താൽ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്തു തരാം. ഓൾമോസ്റ്റ് അങ്ങെന്തിനാ എന്നെ സെലക്ട് ചെയ്തത്? ഈ ഹക്സിൽ ഒരുപാട് ആർമി വിഭാഗങ്ങളുണ്ട്. ഒരു ആർമി വിഭാഗമാണ് അയൺ ബ്ലഡഡ് ആർമി എന്ന് പറയുന്നത്. അതിന്റെ തലവനും അതിശക്തരായ 20 പേരും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാനായിട്ട് അയൺ ബ്ലഡഡ് ആർമിയുടെ ആളുകളെ അയക്കാം, അതുപോലെ ഡ്രാഗൺ സോളിന്റെ ആളുകളെ അയക്കാം, അതും അല്ലെങ്കിൽ ടെറിട്ടറിയൽ ആർമിയുടെ ആളുകളെ അയക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവരെയൊന്നും അയക്കാതെ ഒരു വ്യക്തിയെ മാത്രം അയക്കാൻ ആ മനുഷ്യൻ തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ യുക്തിയാണ് നീൽ അങ്ങോട്ട് മനസ്സിലാകാത്തത്. നീൽ, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കാൻ എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ മുന്നോട്ട് നടന്ന് മറ്റൊരു തൂണിൽ കൈവച്ചതും ആ തൂണിൽ ഒരു അറ ഉണ്ടാവുകയാണ്. ആ അറയ്ക്കകത്തുനിന്ന് അദ്ദേഹം ഒരു ഫോണ് കയ്യിലെടുത്തു. ആ ഫോണ് കയ്യിലെടുത്ത് അദ്ദേഹം ആ ഫോണ് നീലിന്റെ കയ്യിലേക്ക് കൊടുത്തു. നീൽ, ഇതിൽ അവരുടെ എല്ലാവരുടെയും പുറത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ചിപ്പുകൾ റീഡ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ഈ മൊബൈല് ഇപ്പോൾ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ജീവനോടെ ഉണ്ടെന്നാണ്. പക്ഷെ അവരുടെ ജീവന് ആപത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് വെയിറ്റ് ചെയ്യാണ്. ആ ജെറ്റ് ലാൻഡ് ചെയ്യുന്ന മേഖലയിൽ മലനിര തുടങ്ങുകയാണ്. ഏത് മലനിര? അത് ക്യുൻലിംഗ് മലനിരയാണ്. കുൻലാൻ മലനിര പോലെ തന്നെ പ്രസിദ്ധമാണ് ക്യുൻലിംഗ് മലനിരയും. ആ ക്യുൻലിംഗ് മലനിരയിലേക്ക് സാധാരണ അധികം ആളുകൾ പോകാറില്ല. ഒരുപാട് അപകടം ആ മലനിരയിലുണ്ട്. ആ മലനിരയിൽ
ഏതോ ഒരു ആവശ്യമായിട്ട് ഈ ലിക്സൺ ബായിയും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും പോയതാണ്. അവരിപ്പോ അപകടത്തിലാണ്. അവരെ അവിടെ നിന്ന് രക്ഷിക്കാനായി നീല് പോകണമെന്നാണ് ആ പ്രായമുള്ള മനുഷ്യന്റെ ആവശ്യം. നീല് ഒരു നിമിഷം നിശബ്ദമായി നിന്നതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, പക്ഷേ എന്റെ അച്ഛനും അമ്മയെ അങ്ങ് ശ്രദ്ധിക്കണം. നീൽ, യൂറോങ്ങിന് ഒന്നും സംഭവിക്കില്ല. അവളെ സംരക്ഷിക്കാനായി ഇപ്പൊ തന്നെ ഞാൻ ആളുകളെ വിടാം. പിന്നെ നിന്റെ അച്ഛന്റെ കാര്യം, നിന്റെ അച്ഛൻ ലെയ്ൻ കുടുംബത്തിൽ സുരക്ഷിതനായിരിക്കും. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. തന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തരത്തിലും അപകടം പറ്റില്ല എന്ന് ആ മനുഷ്യൻ ഉറപ്പിച്ചു പറഞ്ഞതും അവിടേക്ക് വേറൊരാള് കയറി വന്നു. ആ ആള് കയറി വന്നതും ആ മനുഷ്യൻ നീലിന് ആ ഫോൺ എടുത്തു കൊടുത്ത അതേ കൽത്തൂണിനകത്തുനിന്ന് മറ്റൊരു ഫോൺ കയ്യിലെടുത്തു. ആ ഫോൺ കയ്യിലെടുത്ത അയാൾ ആ ഫോണിലെ ഒരു സ്വിച്ച് അമർത്തിയതും വലത് ഭാഗത്ത് ഒരു ഡോറ് തുറക്കപ്പെട്ടു. നീല് യഥാർത്ഥത്തിൽ ആ ഗാർഡനിലേക്ക് വരുമ്പോൾ ആ ഡോർ അവിടെ ഉണ്ടായിരുന്നോ എന്നിപ്പോ നീലിന് ഒരു ഓർമ്മയില്ല. നീല് വരുമ്പോ പൂന്തോട്ടമായി കിടന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോ ആ വലത് ഭാഗത്ത് ഡോർ തുറക്കുമ്പോൾ അവിടെ ഒരു കോറിഡോറാണ്. ആ കോറിഡോറിലൂടെ നീലിനെ കൊണ്ടുപോയ ആ മനുഷ്യൻ ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ഒരു എയർഫീൽഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ജെറ്റ് വിമാനം നീലിനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ആ ജെറ്റ് വിമാനത്തിലേക്ക് കയറിയ നീല് അധികം നേരെ കഴിയുമ്പോൾ ക്യുൻലെങ് മലനിരകൾക്ക് സമീപത്തുള്ള എയർപോർട്ടിലെത്തി. അവിടുന്ന് നീലിനെ ആ മലയുടെ അടുത്ത് വരെ ഒരു ജീപ്പ് എത്തിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ നീല ഒറ്റയ്ക്കായി. ആ മലനിരകൾക്കുള്ളിലാണ് ലിക്സൺ ബായ്. ലിക്സൺ ബായിയെ കണ്ടെത്താനുള്ള നീലിന്റെ ദൗത്യം അവിടെ ആരംഭിക്കുകയാണ്. നീല് ആ മലയിലേക്ക് കടന്നു. നീലിന്റെ കയ്യിൽ ആ പ്രായമുള്ള മനുഷ്യൻ കൊടുത്ത ആ മൊബൈൽ ഫോണിൽ ലിക്സൺ ബായിയും അയാൾക്കൊപ്പമുള്ള ആളുകളും എവിടെയാണ് ഉള്ളതെന്ന് സൂചിപ്പിക്കുന്ന സിഗ്നലുണ്ട്. ആ സിഗ്നലുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് നീല് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നീല് ആ കാട്ടിൽ നടന്നു കാണും. അങ്ങനെ നടക്കുമ്പോൾ നീല് ഒരു കാര്യം ശ്രദ്ധിച്ചു. നീല് കടന്നു പോകുന്ന ആ വഴിയിൽ സംഘട്ടനം നടന്നിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ ആ സംഘട്ടനത്തിൽ തകർന്നു വീണ് കിടപ്പുണ്ട്. ഡെഡ് ബോഡികൾ പല സ്ഥലത്തും ചിതറിക്കിടക്കുകയാണ്. അതിശക്തമായ ഒരു ഫൈറ്റ് അവിടെ ആ കാടിനകത്ത് നടന്നിരിക്കുകയാണ്. നീല് ആ ഡെഡ് ബോഡികൾക്കിടയിലൂടെ ആ കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് അങ്ങനെ നീക്കൊണ്ടിരിക്കുകയാണ്. നീല് ആ കാടിന്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ശരിക്കും അത്ഭുതങ്ങൾ കൂടിക്കൂടി വരികയാണ്. ദേഹത്ത് പലതരത്തില് മുറിവുകളേറ്റ് ഒരുപാട് യോദ്ധാക്കളാണ് അവിടേക്ക് ചിതറിക്കിടക്കുന്നത്. ചിലരൊക്കെ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ്. അതിക്രൂരമായി അവരെ കൊന്നിരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. നീല് വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്ന് നീലിന്റെ അടുത്തേക്ക് ശക്തരായ യോദ്ധാക്കൾ വരും പോലെ ഒരു തോന്നൽ നീലിനുണ്ടായി. അങ്ങനെ തോന്നിയതും നീല് അടുത്ത് കണ്ട മരത്തിലേക്ക് ചാടി ഒരു ഒറ്റ കയറ്റം. നീല് അതിവേഗം ആ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുകയാണ്. നീല് ഏകദേശം മരത്തിന് മുകളിൽ എത്താറായപ്പോ ഏകദേശം ഒരു 10-12 ആളുകൾ ആ മരത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയവർ അവിടെ ഇവിടേക്ക് നോക്കുകയാണ്. ഈ ഭാഗത്തു നിന്നാണല്ലോ ഒരാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. അയാള് എങ്ങോട്ട് പോയി? അങ്ങനെ ആ ആളുകൾ പറയുമ്പോ നീല് അവരെ ശ്രദ്ധിച്ചു. അത് ഹക്സിയിലെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നീല മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുമ്പോൾ അതിന്റെ ലീഡറോട് ഒരാള് സംസാരിക്കുകയാണ്. ലീഡർ, നമ്മളെ ഈ കാണിക്കുന്നത് ശരിയാണോ? എന്തുപറ്റി? ലീഡർ, ഹക്സിക്ക് മുഴുവൻ അവകാശപ്പെട്ടതല്ലേ ഇവിടുത്തെ ഈ സ്പിരിച്വൽ റിവർ? അതിനെ ഇവിടുന്ന് മോഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊപ്പം നമ്മൾ കൂടെ ചേർന്നാൽ അതെങ്ങനെ ശരിയാവും? ആ ചോദ്യം അയാൾ ചോദിച്ചതും ആ ലീഡർ അയാളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അയാളുമായി പറഞ്ഞു, മാസ്റ്റർ ഷെങ് രഞ്ജു എന്താവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്യണം. അതിനാണ് അദ്ദേഹം നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഈ സ്പിരിച്വൽ റിവർ സംരക്ഷിക്കാനായി അയൺ ബ്ലഡഡ് ആർമി ഉണ്ട്. അവര് ഉള്ളത് കൊണ്ടാണ് ആർക്കും ഇവിടേക്ക് കടക്കാൻ പറ്റാത്തത്. ഇപ്പൊ അവര് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കിട്ടാവുന്നിടത്തോളം സ്പിരിച്വൽ എനർജി ഇവിടുന്ന് ശേഖരിക്കാനാണ് അവരെത്തിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മളും അത് തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് മാത്രമായിരിക്കും സ്പിരിച്വൽ എനർജി കിട്ടാതെ പോകുന്നത്. അങ്ങനെ ആ ലീഡർ പറഞ്ഞതും ആ സംശയം ചോദിച്ച വ്യക്തി ലീഡറോട് ചോദിച്ചു, അല്ല ലീഡറെ, ശരിക്കും ഈ സമയത്ത് അയൺ ബ്ലഡഡ് ആർമിക്കൊപ്പം ചേർന്ന് നമ്മളെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് ഹക്സിയെ സംരക്ഷിക്കേണ്ടതല്ലേ? നമ്മുടെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് ഹക്സിയെ രക്ഷിക്കേണ്ടതല്ലേ? ലിക്സൺ ബായിയുടെ അയൺ ബ്ലഡഡ് ആർമിക്കൊപ്പം ഷെങ് രഞ്ജുവിന്റെ ആ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അവിടെ എത്തിയ ഹക്സിയയ്ക്ക് എതിരുള്ള ആളുകളെ എതിർത്ത് തോൽപ്പിച്ച് ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന് അയാൾ പറഞ്ഞതും ആ ലീഡർ അയാളുടെ വാള് ആഞ്ഞൊരൊറ്റ വീശക്കും. തികച്ചും അപ്രതീക്ഷിതമായ ആ വാൾ അയാൾ വീശിയതും എതിരെ നിന്ന കക്ഷിയുടെ കഴുത്തറ്റ് താഴെ വീണു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ ലീഡർ അയാളെ വെട്ടി വീഴ്ത്തിയത്. ആ തല തറയിലേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ ആ ലീഡർ
അയാളുടെ കൂടെയുള്ള ബാക്കി ആളുകളോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക. അതൊരു താക്കീതാണ്. ഈ രംഗം മുകളിലിരിക്കുന്ന നീല് കൃത്യമായി കണ്ടു. ആ 12 അംഗ ടീമിൽ ഒരാള് അവസാനിച്ചിരിക്കുകയാണ്. ബാലൻസ് 11 പേരാണ്. ആ 11 പേരും അവിടെ ചുറ്റും നോക്കിയിട്ട് അവരെ അന്വേഷിച്ചു വന്ന വ്യക്തിയുടെ സാന്നിധ്യമൊന്നും ഇല്ല എന്ന് മനസ്സിലായതും അവിടെ നിന്ന് തിരിയാൻ ശ്രമിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു കറുത്ത നിഴല് ആകാശത്തിന് താഴേക്ക് പതിക്കുന്നത്. താഴേക്ക് അതിവേഗം പാഞ്ഞു വന്ന ആ നിഴല് അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് തിരിഞ്ഞതും അവര് കാണുന്നത് ഒരു ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരനെ അടുത്ത നിമിഷത്തിൽ ആ ലീഡർ തിരിച്ചറിയുകയാണ്. ഹേയ്, നീ നീൽഗിരി അല്ലേ? അതെ, ഞാൻ നീൽഗിരിയാണ്. അത് നന്നായി മാസ്റ്റർ ഷെങ് രഞ്ജു, നിന്നെ അവസാനിപ്പിക്കണമെന്ന് പല തവണയായിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾക്കിതാ നിന്നെ ഒത്തുകിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ആ ലീഡർ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, അറ്റാക്ക്. കേൾക്കേണ്ട താമസം 3 പേർ നീലിന്റെ മുന്നിലേക്ക് കുതിച്ചു. ഊരിപ്പിടിച്ച വാളുകളുമായി കുതിച്ച ആ മൂവർ സംഘം മുന്നിലേക്ക് കുതിച്ചെത്തപ്പോ നീലിന്റെ കൈവിരല് അവർക്ക് നേരെ ഒന്ന് ചൂണ്ടി. വലത് കൈയിലെ ചൂണ്ടുവിരൽ അവർക്ക് നേരെ നീല് ചൂണ്ടിയതും ആ വിരലിന്റെ അറ്റത്തേക്ക് ഒരു പ്രകാശം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി വരുന്ന ആളുകളുടെ നേരെ ഒരാൾ വിരൽ ചൂണ്ടുമ്പോ സ്വാഭാവികമായിട്ടൊരു കൗതുകം ആളുകൾക്ക് തോന്നുമല്ലോ. ആ കൗതുകം ആ 3 പേർക്കും ഉണ്ടായി. പക്ഷേ പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനം നീലിനെ ആ വിരലിനറ്റത്തുനിന്ന് മുന്നോട്ട് അതിവേഗതയിൽ ചലിച്ച ആ നീല പ്രകാശത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ആ പ്രകാശം ആ വാളുകളുമായി കൂട്ടിമുട്ടിയതും ആ വാളുകൾ പൊട്ടിച്ചെറിയ സ്ഫോടനമാണ് ആളുകൾ കേട്ടത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ വാളുകൾ പിടിച്ചിരുന്ന ആ ചെറുപ്പക്കാരും പൊട്ടിച്ചെറി. അൺബിലീവബിൾ, ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ച. ഒരാള് അയാളുടെ വിരല് മുന്നോട്ട് നീട്ടുമ്പോൾ ആ വിരലിലൂടെ അവിശ്വസനീയമായ അളവിൽ ഊർജം പുറത്തേക്ക് വമിക്കുക. ആ ഊർജം ഒരു സ്ഫോടനം സൃഷ്ടിക്കുക. ആ സ്ഫോടനത്തിൽ ആ എതിരാളികൾ കൊല്ലപ്പെടുക. കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത ആ കാര്യം ആ ലീഡർക്കൊപ്പോൾ മുഴുവൻ ആളുകളെയും ഭയപ്പെടുത്തിയതും അവര് പുറകോട്ട് മാറി. നീലിനെ അനായാസമായി അവസാനിപ്പിക്കാമെന്ന് മനസ്സിൽ കരുതിയ ആ ലീഡറും ശരിക്കും പതറി. പക്ഷെ അയാൾക്ക് ആ പതർച്ച അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അയാള് കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും. അങ്ങനെ ആ ലീഡർ ആളുകളോട് പറഞ്ഞതും അവര് ഒന്നിച്ച് നീലിനെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് കുതിച്ചു. അവര് മുന്നോട്ട് കുതിച്ചും നീലിന്റെ കയ്യിൽ ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് പ്രത്യക്ഷപ്പെട്ടു. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ ബാലൻസ് ഉള്ള ആളുകളും അവിടെ ഡെഡ് ബോഡികളായി മാറി. അവര് ഡെഡ് ബോഡികളായി മാറിയപ്പോ നീലൊരു അതിശയം. ഷെങ് രഞ്ജു എത്ര ദുഷ്ടാണെന്ന് പറഞ്ഞാലും ഹക്സിയിലെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എനർജി. അതിൽ കൂടിയതാണ് സ്പിരിച്വൽ എനർജി. ആ സ്പിരിച്വൽ എനർജി ഹക്സിയിൽ 6 ചെറു നദികളായി അല്ലെങ്കിൽ കായലുകളായി പരന്നു കിടക്കുന്നു എന്നാണ് ഒരു സങ്കല്പം. അതിലൊന്ന് ഈ മലനിരയിലാണ്. ഈ മലനിരയിലുള്ള ആ സ്പിരിച്വൽ എനർജിയെ ഡ്രാഗൺ വെയിൻ എന്ന സാധാരണ വിളിക്കുക. ഒരു ഡ്രാഗന്റെ വെയിൻ പോലെ അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത് ശരിക്കും കണ്ടാൽ ഒരു നദി പോലെ തോന്നും. പക്ഷെ ആ നദിയുടെ ഭാഗത്തിരുന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ പറ്റും. ആ സ്പിരിച്വൽ എനർജി വരുന്നത് ആ നദിയിൽ നിന്നാണെന്നുള്ള ഒരു വിശ്വാസമാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ടാണ് ആ നദി സംരക്ഷിക്കാനായി ഒരു രഹസ്യ ആർമിയെ തന്നെ ഹക്സിയ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ആർമിയെ ആക്രമിച്ച് ആ നദി തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ എത്തിയിരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന് ഹക്സിക്കെതിരെ ചലിക്കുകയാണ് ഷെങ് രഞ്ജുവിന്റെ ആളുകൾ. നീലിന് സംഭവം മനസ്സിലായിട്ടുണ്ട്. നീല് മുന്നോട്ട് കുതിക്കുമ്പോൾ ഇതുപോലെ പല ആളുകളും ഇടയ്ക്കിടയ്ക്ക് നീലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീൽ അവരെയൊക്കെ കൊന്നൊടുക്കി അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ചില കൾട്ടിവേറ്റേഴ്സ് നീലിന്റെ ദൃഷ്ടിപ്പെട്ടത്. കുല്ലൻ മലനിരകളിൽ നിന്നുള്ള കൾട്ടിവേറ്റേഴ്സ് പോലും ഇവിടെ ഈ മലയിലേക്ക് വന്നിരിക്കുകയാണ്. കുല്ലൻ മലനിരയിൽ സ്പിരിച്വൽ എനർജി ഉണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള സ്പിരിച്വൽ എനർജിയെ പാർട്ടാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന എന്തോ ഒരു ടെക്നിക്ക് ആരോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൂറ്റൻ നദിയെ അങ്ങനെ മുറിക്കാമെന്ന് കരുതി ആരും വരില്ല. ഇവിടെ ഇപ്പോ ആളുകൾ വരുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കാരണമുണ്ട്. ആ കൾട്ടിവേറ്റേഴ്സുമായി നീൽ ഏറ്റുമുട്ടുമ്പോൾ നീലിന് ഒരു കാര്യം അറിയാം. ആ കൾട്ടിവേറ്റേഴ്സ് എല്ലാം യൂണിറ്റി ലെവലിലെ യോദ്ധാക്കളാണ്. നീല് യൂണിറ്റി ലെവലിലെ തുടക്കക്കാരനാണെങ്കിൽ കൂടെയുള്ള ആ എതിരാളികൾ യൂണിറ്റി ലെവലിലെ 2ഉം 3ഉം സ്റ്റേജിൽ ഉള്ളവരാണ്. പക്ഷെ നീലിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റും സ്കില്ലും വേഗതയും കയ്യിലുള്ള ആ മാർഷൽ ടെക്നിക്കുകളും ആ യൂണിറ്റി ലെവലിലെ കുല്ലൻ മലനിരകളിൽ നിന്നുള്ള ആ കൾട്ടിവേറ്റേഴ്സിന് താങ്ങാവുന്നതിന്റെ അപ്പുറമായിരുന്നു. അവര് കൊല്ലപ്പെട്ട് കഴിഞ്ഞതും നീല് അവരെയും കൂടി കൊലപ്പെടുത്തി കഴിഞ്ഞതും നീല് തന്റെ യാത്രയുടെ വേഗത കൂട്ടി തുടങ്ങി. അതിന്റെ കാരണം നീലിന്റെ കൈവശം ഇരിക്കുന്ന ആ മൊബൈലിൽ കാണിക്കുന്ന സിഗ്നലുകളാണ്. നീല് ലിക്സൺ ബായിക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ സിഗ്നൽ സൂചിപ്പിക്കുകയാണ്. നീൽ അങ്ങനെ ഓടിയെത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരു രംഗം നീല് കണ്ടു. ചില ആളുകൾ അവിടെ 2 സ്ത്രീകളെ
വളഞ്ഞു വെച്ചിരിക്കുന്നതാണ് നീൽ കണ്ടത്. ആ വളഞ്ഞു വെച്ചിരിക്കുന്ന സ്ത്രീകളിൽ ഒരാള് ദേഷ്യത്തോടെ അവരെ വളഞ്ഞ ആളിനോട് പറഞ്ഞു, ഞാൻ ആരെന്നറിഞ്ഞിട്ടാ നിങ്ങൾ എന്നെ തടുക്കാൻ ശ്രമിക്കുന്നത്? ഞാനേ അയൺ ബ്ലഡ് ആർമിയുടെ തലവൻ ലിക്സൺ ബൈയുടെ മകളാണ്. അത് കേട്ടതും അവരെ വളഞ്ഞു നിൽക്കുന്ന ആളുകളുടെ പുറകിൽ നിന്ന ഒരാള് മുന്നോട്ട് വന്നു. അയാള് ആ സുന്ദരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവളോട് പറഞ്ഞു, ഓഹോ, നീയാണല്ലേ ലിബിന ബായ്. ഇവിടെ ക്യാപിറ്റലിൽ നിങ്ങളെ കുറിച്ച് പലതും പറയാറുണ്ട്. ഈ ക്യാപിറ്റൽ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ അങ്ങ് റിവർ സിറ്റിയിൽ പോലീസ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, മനസ്സിലായില്ലേ ഇതാരാണെന്ന്? നമ്മുടെ ലെക്സൺ ബൈയുടെ മകളാണ്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി ലിബിനോട് പറഞ്ഞു, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അയൺ ബ്ലഡഡ് ആർമി അല്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ. അങ്ങനെ ആ ആള് പറഞ്ഞതും ലിബിന അയാളോട് ദേഷ്യത്തോട് ചോദിച്ചു, ഈ സ്പിരിച്വൽ റിവറിന് കാവൽ നിൽക്കുക എപ്പോഴും അയൺ ബ്ലഡഡ് ആർമിയാണ്. ആ അയൺ ബ്ലഡഡ് ആർമി പറയാത്ത ഒരു കാര്യവും ഇവിടെ നടക്കില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അധികാരത്തിലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? അതിന് അവന്റെ ഭാഗത്തുനിന്ന് ഒരു ചിരിയാണ് ഉണ്ടായത്. ലിബിന, നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. നിന്റെ പിതാവും നിന്റെ പിതാവിനൊപ്പമുള്ള ആളുകളൊക്കെ ഇപ്പോ അവസാനിക്കുകയാണ്. അകത്ത് ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ ഷെങ് റെഞ്ചു അവരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഏതായാലും ആ വാർത്ത ഇവിടെ എത്തും. നിന്റെ പിതാവും കൂടുതൽ ആളുകളും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ആ വാർത്ത നീ എന്തായാലും പുറത്തു പറയണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ വാളൊന്നെടുത്തതും ലിബിനയ്ക്ക് അപകടം മനസ്സിലായി. ലിബിന അവളുടെ അടുത്ത് നിൽക്കുന്ന ഹു യാനിമയുടെ കയ്യിൽ ഒന്ന് പിടിച്ചിട്ട് അവളോട് പറഞ്ഞു, യാനിമ ഓടിക്കോ. യാനിമയും ലിബിനയും അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പ്. ശരിക്കും അവര് ഒരു അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അവര് ശരിക്കും തിരിഞ്ഞോടുകയാണ്. അവരുടെ പുറകിലായി ആ ഹക്സിയുടെ മാർഷൽസ് ടീമും ഉണ്ട്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നീലിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.